you greetings in the name of the Lord of the harvest. കൊയ്ത്തുകളുടെ നാഥനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വന്ദനം ചെയ്യുന്നു. Praise God for enabling us to come to celebrate or commemorate another Good Friday in remembrance of the suffering and the death of the Lord Jesus. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെയും അതിനെ അനുസ്മരിക്കുകയും ചെയ്യുന്ന ഇന്നേ ദിവസം ഈ ദുഃഖ വെള്ളിയാഴ്ച നിങ്ങളുടെ സന്നിധിയിൽ നിങ്ങളുടെ മുന്നിൽ വരുവാനിടയാക്കിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Dr. Johnson, I really want to thank you for the presentation that you gave about your ministry, especially in the state of West Bengal. ഡോക്ടർ ജോൺസൺ സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നതായ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മധ്യേ ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രികാലം പ്രസന്റ് ചെയ്യുവാനിടയാക്കിയതിൽ നന്ദി രേഖപ്പെടുന്നു. I would like to add a few words to what he has presented so that you would understand how appropriate it will be for you to get involved in this ministry of Oasis Ministries International, especially having its outreach in West Bengal. അദ്ദേഹം പറഞ്ഞതിനോട് അല്പം കൂടെ കൂട്ടിച്ചേർത്ത് ഇന്ത്യയിൽ ഒയാസിസ് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അല്പം കൂടെ ചേർത്ത് പറയുവാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുന്നു. Now, do you know that the national anthem of India was written in Bengali? നിങ്ങൾക്കറിയാമോ ഇന്ത്യയുടെ ദേശീയ ഗാനം ബംഗാളി ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. Rabindranath Tagore, he composed national anthem of India first in Bengali and then it got translated to other Indian languages, especially Hindi. രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ബംഗാളി ഭാഷയിലാണ് ആദ്യമായിട്ട്. അതിനുശേഷം അത് മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയായിരുന്നു. And do you know another very special thing about West Bengal is that of all the languages in India, Bengali is the sweetest language. ഇന്ത്യയിലുള്ള വിവിധ ഭാഷകളെ കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു ഭാഷയാണ് ബംഗാളി ഭാഷ എന്ന് നമുക്കറിയാൻ സാധിക്കും. They say, I do not know, that when a Bengali speaks the right Bengali, it has got a bell sound. പലരും ഇപ്രകാരം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു യഥാർത്ഥ ബംഗാളി ശരിയായ രീതിയിൽ ബംഗാളി സംസാരിക്കുമ്പോൾ ഒരു മണിനാദത്തിന്റെ ശബ്ദം ഉണ്ടാകാറുണ്ടെന്ന് കേൾക്കാറുണ്ട്. And you, dear Kerala friends, you must have a special attachment to West Bengal, because just like West Bengal, your state also was very highly influenced by communism. കേരളത്തിലുള്ള എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ബംഗാളികളുമായിട്ട് ഒരു അടുത്ത ബന്ധമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ബംഗാളികളെ പോലെ നിങ്ങൾക്ക് കേരളത്തിലും കമ്മ്യൂണിസത്തിനോട് ഒരു അടുപ്പം ഉണ്ട് എന്നുള്ളതാണ് ആ പ്രത്യേകത. And there are several other things that immediately came up to my mind, which I will not narrate now because I would like to get into. പല വിഷയങ്ങൾ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിലും ഈ സമയത്ത് ഞാനത് പ്രസ്താവിക്കാൻ തുനിയുന്നില്ല. Now we want to really thank God for the privilege that is ours to be a part of missionary evangelism. മിഷണറി ഇവാഞ്ചലിസത്തിന്റെ ഒരു ഭാഗമായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയിരിക്കുന്ന അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And I want to really thank God that he also is from IIT. അദ്ദേഹവും IIT-യിൽ പഠിച്ച ഒരു വ്യക്തി ആയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അതിൽ സന്തുഷ്ടവാനാണ്. The Lord seems to be calling many people from this professional background into his vineyard. ഈ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള അനേക വ്യക്തികളെ ഈ സുവിശേഷ പ്രവർത്തനങ്ങളിലേക്ക് ദൈവം വിളിച്ചിറക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And I'm sure that if you are in some profession or other, don't worry if the call of the Lord tickles in your heart. Say yes to the Lord, and there the Lord will plant you where you should be. നിങ്ങൾ എത്തരത്തിലുള്ള ഒരു തൊഴിൽ ജീവിതം നയിക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല. ദൈവത്തിന്റെ വിളി നിങ്ങളുടെ സന്നിധിയിൽ വരുന്നുവെങ്കിൽ, നിങ്ങളെ വിളിക്കുന്നുവെങ്കിൽ ആ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണമേ എന്ന് ഞാൻ ഇന്ന് രാത്രികാലം താല്പര്യപ്പെടുന്നു. I left engineering for evangelism in 1975 and I had no regrets. 1975 എഞ്ചിനീയറിംഗ് ഫീൽഡ് വിട്ടതിന് ശേഷം ഞാൻ ദൈവവേലയിലേക്ക് ഇറങ്ങി. എനിക്ക് അതിനെക്കുറിച്ച് ഒരു ദുഃഖവുമില്ല. There is only one life. ഒരു ജീവിതം മാത്രമേ നമുക്കുള്ളൂ. And that life will soon be past. ആ ജീവിതം പെട്ടെന്ന് കഴിഞ്ഞു പോകും. What is done for Christ, that alone shall last. കർത്താവിന് വേണ്ടി നാം എന്ത് ചെയ്യുന്നു അത് മാത്രം നിലനിൽക്കും. Now today I want to base my message very much along what happened during the last week of the Lord Jesus Christ ministry on earth. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തെ പ്രവർത്തനത്തിൽ അതിന്റെ അവസാന ആഴ്ചയിൽ എന്താണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാൻ തക്കണം ഇന്ന് രാത്രികാലം ഞാൻ താല്പര്യപ്പെടുന്നു. The death of Jesus Christ has got a tremendous significance to motivate us into missionary evangelism. നമ്മൾ ദൈവിക വേലയ്ക്ക് ഇറക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ചെയ്തതായ മിനിസ്ട്രി എപ്രകാരമായിരുന്നു എന്ന് അതിലേക്ക് ഇറക്കുവാൻ തക്കവണ്ണം വളരെ പ്രചോദനം നൽകുന്നതായ ഒരു വസ്തുതയാണ്. I would like to begin my talk quoting what three persons said concerning the death of the Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് മൂന്ന് വ്യക്തികൾ പറഞ്ഞതായ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലത്തെ എന്റെ സന്ദേശത്തിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. First of all, John the Baptist. ഒന്നാമതായി യോഹന്നാൻ സ്നാപകൻ. He saw Jesus coming to him to be baptized in River Jordan. അവൻ യേശുക്രിസ്തു അവങ്കിലേക്ക് അവന്റെ കൈകളാൽ സ്നാനപ്പെടേണ്ടതിനായി കടന്നു വന്നതായി കാണുന്നു. He
He said, "Behold, the Lamb of God who takes away the sin of the whole world." I underline that word, world. കണ്ടാലും ദൈവത്തിന്റെ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ, അത് ഞാൻ അടിവരയിട്ട് So പ്രസ്താവിക്കുന്നു. there you find, even in his first presentation and declaration of the Messiah, he put forth that word, world. ആ ലോകം എന്നുള്ള ഭാഗം അവൻ അടിവരയിട്ട് വളരെ പ്രാധാന്യത്തോടുകൂടി ഊന്നി അവിടെ പറയുന്നതായി കാണുവാൻ സാധിക്കും. And there was John the Apostle. അതിനുശേഷം യോഹന്നാൻ അപ്പോസ്തലനെ കാണാം. When he was writing his epistle, he said, "Jesus Christ is the propitiation for our sins, not for our sins only, but for the sins of the whole world." അവൻ തന്റെ ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തമായി തീർന്നു. ലോകത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, സർവ്വലോകത്തിനും വേണ്ടി അവൻ പ്രായശ്ചിത്തമായി തീർന്നു. You know, that is a text which is normally repeated during our Holy Communion services. നമ്മുടെ തിരുവത്താഴ ശുശ്രൂഷ സമയങ്ങളിൽ പല സന്ദർഭങ്ങളിലും പ്രസംഗിക്കപ്പെടാറുള്ള ഒരു വാക്യമാണത്. Propitiation for our sins, not only for our sins, but also for the sins of the whole world. So he brings that missionary import into that text. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപപരിഹാരമായി പ്രായശ്ചിത്തമായി അവനായി തീർന്നു. So you find all these two people were talking, whenever they talked about the death of Christ, they immediately tied it up to worldwide missionary evangelism. ഈ രണ്ട് വ്യക്തികളും കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് പ്രസ്താവിക്കുന്ന സമയങ്ങളിലൊക്കെയും ഈ ലോകം മുഴുവൻ സുവിശേഷീകരണം ചെയ്യപ്പെടണം എന്നുള്ള വസ്തുതയെ ഓർമ്മിപ്പിക്കുന്നു. Not only John the Baptist and John the Apostle, but also Jesus Christ himself, when he talked about the cross, he invariably, if you study the Gospels you'll understand, he invariably tied it up to worldwide evangelism. യോഹന്നാൻ സ്നാപകനും യോഹന്നാൻ അപ്പോസ്തലനും മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും ഈ ലോകത്തിലെ ശുശ്രൂഷയെ പറ്റി പറയുമ്പോഴൊക്കെ ഈ ലോകത്തെ സുവിശേഷീകരിക്കുന്നതിനെ പറ്റി പറയുന്നു. Just like in the wilderness the serpent was lifted up by Moses, Jesus said, "The Son of Man shall be lifted up." And in the next verse he says, "God so loved the world that he gave his only Son, that whoever believes on him should not perish but have everlasting life." That which I would like to stress is, God so loved the world. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ അടിഭാഗത്ത് പറയുന്നു, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് രക്ഷയ്ക്കുള്ള മാർഗം തുറന്നു തന്നു. So talking about the death of Jesus Christ without a reference to the missionary purpose of God on earth today, that is not possible at all. That is irreconcilable. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ പറ്റി പ്രസ്താവിക്കുമ്പോൾ ഈ ലോകത്തിൽ സുവിശേഷീകരണം നടക്കണം എന്നുള്ള വസ്തുത പ്രസ്താവിക്കാതിരിക്കുന്നത് യോഗ്യമായ ഒരു കാര്യമല്ല. The death of Jesus Christ was for a very missionary purpose of God. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം ലോകത്തിന്റെ സുവിശേഷീകരണത്തിൽ പ്രസ്താവിക്കപ്പെടേണ്ടതായ കാര്യമാണ്. That is why when Apostle Paul was speaking to the Corinthian church, the Jews seek after a sign and the Greeks seek after wisdom, but we preach Christ and him crucified. You look at that word scattered. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, യഹൂദന്മാരെ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാരോ അവരെ ബുദ്ധി അന്വേഷിക്കുന്നു, എന്നാൽ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. So whether it is the religious Jew or the intellectual Greek or the ignorant and innocent Gentile or pagan, the common message is Christ crucified. ജാതി സംബന്ധമായി തീവ്രതയുള്ളതായ യഹൂദന്മാരോ അല്ലെങ്കിൽ ബുദ്ധിമാന്മാരായ യവനന്മാരോ ഏത് കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയായാലും സുവിശേഷത്തിന്റെ സത്യം അറിയണം എന്നുള്ളതാണ്. The message of the cross is a message for all categories of people. ക്രൂശിന്റെ സന്ദേശം സകല മാനവജാതിക്കും വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതാണ്. No age difference whatsoever. ഒരു പ്രായ വ്യത്യാസവും അതിലില്ല. It is for all classes of people. എല്ലാ തരത്തിൽപ്പെട്ട ആൾക്കാർക്കും വേണ്ടിയുള്ളതാണ് സുവിശേഷം. No social distinction whatsoever. ഒരു സാമൂഹിക വ്യത്യാസവും അതിന് പറയാനില്ല. It is for all communities. എല്ലാ സമുദായങ്ങൾക്കും സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും അത് ആവശ്യമാണ്. No cultural barriers whatsoever. ഒരു സാംസ്കാരിക ബന്ധങ്ങളും ലിമിറ്റേഷൻസും അതിനില്ല. It is for all colors of people. എല്ലാ നിറത്തിൽപ്പെട്ട വ്യക്തികൾക്കും അത് ആവശ്യമാണ്. No racial discrimination is possible. നിറം നോക്കി അല്ലെന്നുണ്ടെങ്കിൽ ജാതി നോക്കിയുള്ള വ്യത്യാസം അതിലില്ല. It is for all countries in the world. ഇത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും
വ്യക്തികൾക്കും ആവശ്യമായതാണ്. So no geographical or national boundaries are permissible. ഒരു രാഷ്ട്രത്തിന്റെ അതിർവരമ്പുകൾ ഉള്ളിൽ നിൽക്കേണ്ടതല്ല സുവിശേഷം. വരമ്പുകളെ ലംഘിച്ച് പോകേണ്ടതാണ്. It is for all conditions that exist any time on the part of the world. ഈ ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും എല്ലാ സമൂഹങ്ങൾക്കും എല്ലാ സാംസ്കാരിക എല്ലാ വ്യക്തികൾക്കും ആവശ്യമായുള്ളതാണ്. So there is no situational limitations for it. ഒരു സ്ഥലത്തും ഒരു അതിർവരമ്പില്ലാതെ സുവിശേഷം പ്രസംഗിക്കുകയാണ്. And it is surpassing all creeds in the world, so there is no religious exceptions either. ഒരു ജാതിയും അതിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ തക്കവണ്ണം ദൈവവചനം അനുവദിക്കുന്നില്ല. Now I am trying to just expand your understanding to make you first of all be impressed and excited with the truth that the gospel is for everyone. ഞാൻ ആദ്യമായി നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സുവിശേഷ സത്യം എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ പ്രാധാന്യത നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം. In spite of this fact, why are we still ineffective in evangelism? ഈ ഇത്രയും പ്രാധാന്യമായ സുവിശേഷീകരണം നമുക്ക് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ഫലപ്രദമായ രീതിയിൽ എന്തുകൊണ്ട് സുവിശേഷീകരണം നടത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് രാത്രികാലം ഞാൻ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വസ്തുതയാണ്. I am going to present before you briefly 7 reasons why we are ineffective in evangelism in spite of the fact the gospel is all inclusive. ഞാൻ വളരെ ചുരുക്കമായി നമ്മുടെ സുവിശേഷീകരണം എന്തുകൊണ്ട് ഫലപ്രദമായി തീരുന്നില്ല എന്നുള്ളത് 7 കാര്യങ്ങളിലൂടെ പറഞ്ഞ് ഇന്ന് രാത്രികാലം അവസാനിപ്പാൻ താല്പര്യം. All these 7 reasons I will develop in the backdrop or the background of the suffering of Christ from Palm Sunday to this day, that is a Good Friday. ഗുരുത്തോല ഞായറാഴ്ച മുതൽ ദുഃഖവെള്ളിയാഴ്ച വരെയുള്ള ഈ ദിവസത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടം അതിന്റെ പശ്ചാത്തലത്തിൽ കാട്ടിക്കൊണ്ട് ഇന്ന് രാത്രികാലം ഈ വിഷയത്തിൽ സംസാരിക്കാൻ. It made a very profitable and edifying meditation for me, and I want to share those thoughts with you, dear brothers and sisters, tonight. ഇന്ന് രാത്രികാലം വളരെ ഫലപ്രദമായ ചില ആലോചനകൾ എന്റെ മനസ്സിൽ ദൈവം തന്നിട്ടുണ്ട്. അത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നു. Please turn to your Bibles and see the scripture references whenever I quote a scripture text. ഞാനൊരു വേദഭാഗം ഉദ്ധരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വേദഭാഗം തുറന്ന് നോക്കുവാൻ സാധിക്കും. If you have not brought your Bibles, please look at the Bibles of your neighbors. നിങ്ങൾ വേദപുസ്തകം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ വേദപുസ്തകവുമായി പങ്കുചേർന്ന് അത് നോക്കുവാൻ സാധിക്കും. We must get our vision and burden from the scriptures that will be long-lasting and long-standing. നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ദർശനവും നമ്മുടെ ഭാരവും നമുക്ക് ആത്മാക്കളെ കുറിച്ചുള്ള ഭാരവും നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന വചനം വായിച്ച് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കണം. Mere statistics and studies and stories may excite you, but that will not establish you in missionary enterprise. കണക്കുകളും സ്ഥിതിവിവര കണക്കുകളും ഒക്കെ നിങ്ങളെ സന്തോഷവാന്മാരാക്കും, എന്നാൽ അത് സുവിശേഷീകരണത്തിൽ പ്രയോജനപ്പെടുന്നില്ല. Vision for God's work must emanate and begin from the very pages of the Holy Writ. ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ഉതിർന്നു വരുന്നതായിരിക്കണം നമുക്ക് സുവിശേഷീകരണം എന്നുള്ള താല്പര്യം. Why are we ineffective in evangelism? Let's study it, and each of us will try to keep one particular reason and find out, am I guilty of what is now presently talked about? സുവിശേഷീകരണ ലോകത്തിൽ നാം എന്തുകൊണ്ട് ഫലപ്രദമായി തീരുന്നില്ല എന്നുള്ളതിനെ പറ്റി ദൈവവചന വെളിച്ചത്തിൽ നാം ചിന്തിക്കണം. Number 1. ഒന്നാമതായി Reason number 1 why we are ineffective in evangelism. നാം സുവിശേഷീകരണത്തിൽ എന്തുകൊണ്ട് ഫലപ്രദമായി തീരുന്നില്ല. ആദ്യത്തെ ചോദ്യം, we do not realize the awfulness of fruitlessness. നാം ഫലം ഇല്ലാത്തതായി തീർന്നിരിക്കുന്നില്ല എന്നുള്ള വസ്തുതയെ കുറിച്ചുള്ള ഭയങ്കരത നാം മനസ്സിലാക്കാതെ ഇരിക്കുന്നു. Now I have very deliberately chosen the words that I give you for the subtitles. ഈ വിഷയത്തിന്റെ തലക്കെട്ടായിട്ട് ചില വാക്കുകൾ ഞാൻ പറഞ്ഞത് ഞാൻ പ്രത്യേകം മനഃപൂർവ്വം തിരഞ്ഞെടുത്ത വാക്കുകളാണ്. We do not realize the awfulness of fruitlessness. ഫലമില്ലായ്മയുടെ ഭയങ്കരത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നില്ല. We are Christians to make others Christians. നാം ക്രിസ്ത്യാനിയായിരിക്കുന്നത് മറ്റുള്ളവരെ ക്രിസ്ത്യാനി ആക്കുവാനുള്ള ഒരു മഹാ നിയോഗത്തോടു കൂടിയാണ്. We are believers to bring others into the faith of the gospel. നാം വിശ്വാസിയായിരിക്കുന്നത് മറ്റുള്ളവരെ കൂടി ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം
എന്നുള്ള വലിയ നിയോഗത്തോടു കൂടിയാണ്. We are blessed to bless other people. നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു മറ്റുള്ളവരെ കൂടി അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. I believe we Christians, especially in this generation, we have heard enough of our privilege to be blessed, but I believe we have not been sufficiently challenged about our responsibility to be a blessing. നാം ഈ തലമുറയിലായിരിക്കുന്ന ക്രിസ്ത്യാനികൾ നമുക്ക് ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെയും പ്രാപിക്കുകയും എന്നാൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നാം ഫലപ്രദമായി പകർന്നു കൊടുക്കാതിരിക്കുന്നതും എന്താണ് എന്ന് നാം A ചിന്തിക്കേണ്ടിയിരിക്കുന്നു. fruitless Christian is a self-contradiction. ഒരു ഫലമില്ലാത്ത ക്രിസ്ത്യാനി അത് ഒരു വൈരുദ്ധ്യമാണ്. Biological barrenness is considered by people as a curse. ഒരു വിശ്വാസി ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ അതൊരു വന്ധ്യയായ സ്ത്രീയെ പോലെയാണ്. And I would say that spiritual barrenness is not a curse, it is a condemnation. ആത്മീയ സന്തതിയില്ലായ്മ എന്ന് പറയുന്നത് ഒരു ശാപമല്ല, അത് ഒരു ശിക്ഷയാണ്. Why do I say that? ഞാൻ എന്തുകൊണ്ടത് പറയുന്നു? Something happened on the Palm Sunday. കുരുത്തോല ഞായറാഴ്ച ദിവസം എന്തോ സംഭവിച്ചു. Jesus Christ was very hungry. യേശു ക്രിസ്തു വളരെ വിശപ്പുള്ളവനായി തീർന്നു. And there was a fig tree and he looked at that fig tree for fruits. അവനൊരു അത്തിവൃക്ഷത്തെ നോക്കിക്കൊണ്ട് അതിൽ ഫലം അന്വേഷിച്ചു. But there was absolutely no fruit, but there was lot of pretension about the tree. എന്നാൽ യാതൊരു ഫലവുമില്ലായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് പല അഭിനയങ്ങളും പല കാര്യങ്ങളും You ഉണ്ടായിരുന്നു. know what the Bible says? വേദപുസ്തകം എന്ത് പറയുന്നു എന്ന് Jesus നിങ്ങൾക്കറിയാമോ? immediately cursed the tree and the tree instantly was dried up. ആ നിമിഷം തന്നെ ആ വൃക്ഷത്തെ അവൻ ശപിക്കുകയും അത് ഉണങ്ങിപ്പോവുകയും ചെയ്തു. Some of us may have a problem with the act of Jesus out of impulse at that moment. നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം കർത്താവായ യേശു ക്രിസ്തു ചിന്തിക്കാതെ എടുത്തു കയറി അങ്ങ് ശാപം പ്രഖ്യാപിച്ചു എന്ന് നമുക്ക് The Bible says because it was not this fruit bearing season, there was no fruit. Then why should Jesus curse that tree? അത് ഫലം പുറപ്പെടുവിക്കേണ്ട കാലം അല്ലാതെ ഇരുന്നതുകൊണ്ട് അതിൽ ഫലമില്ലായിരുന്നു. അപ്പോൾ പിന്നെ യേശു എന്തിനാണ് അതിനെ ശപിച്ചത് എന്ന് നമുക്ക് ചോദിക്കാം. Botanically speaking, the edible figs will arrive after 6 weeks from that time. ശാസ്ത്രീയമായി അതിനെപ്പറ്റി ചിന്തിച്ചാൽ 6 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ അതിന്റെ ഫലം വരികയുള്ളൂ. But at that time there must have been some buds, which are the initial fruits, which also could be eaten. That's what Jesus looked for. യേശുക്രിസ്തു നോക്കിയതെന്ന് വെച്ചാൽ ആ സമയത്ത് ചില മൊട്ടുകളെങ്കിലും ഉണ്ടായിരിക്കണം, അതും കഴിപ്പാൻ പറ്റിയതായ വസ്തുവാണ്. എന്നാൽ അതില്ലാതിരുന്നതിനാലാണ് യേശുക്രിസ്തു അതിനെ ശപിച്ചത്. If at that part of the time even the buds were not there, that tree would not yield that year. ആ മുളകൾ ഇല്ലായിരുന്നോ, ആ മൊട്ടുകൾ ഇല്ലാതിരുന്നത് കൊണ്ട് ഇതിൽ നിന്നും ഇനി ഫലം വരികയില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു അറിഞ്ഞിരുന്നതിനാലാണ് അതിനെ ശപിപ്പാനിടയായത്. That was one story. അത് ഒരു കഥയുടെ ഒരു ഭാഗം. And elsewhere in another instance Jesus gave another parable. അടുത്ത വേറൊരു ഭാഗത്ത് വേറൊരു ഉപമയിലൂടെ കർത്താവ് വേറൊരു കാര്യം പറയുന്നു. There was a vineyard. ഒരു വിനിയാട് ഉണ്ടായിരുന്നു. And in the midst of the vineyard a man planted a fig tree. അവിടെ ഒരു അത്തിവൃക്ഷം അതിന്റെ ഉടമസ്ഥൻ നട്ടു. First year he came looking for some fruit. അടുത്ത വർഷം ഫലം നോക്കി അതിന്റെ ഉടമസ്ഥൻ അവിടെ കടന്നു. No fruit. ഒരു ഫലവുമില്ല. Second year. രണ്ടാമത്തെ വർഷവും No fruit. ഒരു ഫലവുമില്ല. Third year. മൂന്നാമത്തെ വർഷവും No fruit. ഒരു ഫലവുമില്ല. So he told the gardener, why should it waste my ground? Cut it down. എന്റെ സ്ഥലം എന്തുകൊണ്ട് ഞാനിങ്ങനെ വൃഥാ ചെലവഴിക്കണം, അതിനെ വെട്ടി ചുട്ടുകളതാം. But the gardener started pleading. ആ പൂന്തോട്ടം നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തി അതിനെക്കുറിച്ച് യാചിപ്പാൻ തുടങ്ങി. Please leave this for one more year. ഒരു വർഷം കൂടെ ഇതിനെ നിർത്തുക. I will dig it around. ഞാൻ അതിന് ചുറ്റും വേല I will fertilize it. അതിന് വളം നൽകി. If necessary, I will fence it around. അതിന് ആവശ്യമെങ്കിൽ വേലി കെട്ടി. If it gives fruit, okay. If not, next year you can cut it അത് off. ഫലം തരുന്നുവെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ അടുത്ത വർഷം അതിനെ വെട്ടിക്കളയാം. Brothers and sisters, I am not here to condemn you, but I am here definitely to convict you. സഹോദരി സഹോദരന്മാരെ, ഇത് രാത്രികാലം ഞാനിവിടെ കടന്നു വന്നിരിക്കുന്നത് നിങ്ങളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിപ്പാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. It may be, I do not desire so, but it may be for several of you, this may be your 4th and final year. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അവസാനത്തെ, നിങ്ങളുടെ 4ാമത്തെ വർഷമായിരിക്കാം. It may be your 4th and final year. ഇത് നിങ്ങളുടെ 4ാമത്തെയോ അല്ലെങ്കിൽ അവസാനത്തെ വർഷമായിരിക്കാം. How were you spared on 9/11, that incident? How were you spared? ഈ 9/11 ദിവസം നിങ്ങളെ എന്തുകൊണ്ട് ദൈവം രക്ഷപ്പെടുത്തി? How were you spared in a tsunami if you had been in India? നിങ്ങൾ ഇന്ത്യയിലായിരുന്നെങ്കിൽ സുനാമിയിൽ നിന്ന് ദൈവം നിങ്ങളെ എന്തുകൊണ്ട് കാത്തു സൂക്ഷിച്ചു? How were you spared in a Katrina of last year? കഴിഞ്ഞ വർഷത്തെ കത്രീനയിൽ നിന്നും ദൈവം നിങ്ങളെ എങ്ങനെ കാത്തു സൂക്ഷിച്ചു? You know what Jesus said? യേശുക്രിസ്തു എന്ത് പറയുന്നു? Do you think those people who perished were worse sinners than you? No. If you do not repent, you shall also likewise perish. നിങ്ങൾ വിചാരിക്കുന്നു ഈ കത്രീനായാലും ഈ സുനാമിയിലും ഒക്കെയും മരിച്ചതൊക്കെയും നിങ്ങളെക്കാൾ പാപികളായ വ്യക്തികളായതുകൊണ്ടാണ്
അവർ മരിച്ചതെന്ന് വിചാരിക്കുന്നു. അല്ല, നിങ്ങൾ പാപത്തിൽ വിട്ടൊഴിയുവാൻ തയ്യാറാകുന്നെങ്കിൽ നിങ്ങൾക്കും അത് സംഭവിക്കാം. Both John and Jesus viewed fruitlessness very seriously. യോഹന്നാനും യേശുക്രിസ്തുവും ഫലമില്ലായ്മയെ കുറിച്ച് വളരെ ഗൗരവതരമായി ചിന്തിക്കുന്നതായി നമുക്ക് What did John the Baptist say? യോഹന്നാൻ എന്ത് പറഞ്ഞു? Every tree that does not bring forth fruit will be cut down. I underline that word, every. ഞാൻ ഇത് അടിവരയിട്ട് പറയാൻ തന്നു. ഫലം പുറപ്പെടുവിക്കാത്ത ഒരു വ്യക്തി, ഒരു വൃക്ഷത്തെയും നിർത്താതെ തീയിലിട്ട് ചുട്ടുകളയണം. What did Jesus say? യേശുക്രിസ്തു എന്ത് പറഞ്ഞു? Every branch that does not bring forth fruit will be cut off. ഫലം പുറപ്പെടുവിക്കാത്ത എല്ലാ ശാഖയും വെട്ടി തീയിലിട്ട് കളയണം. Follow me carefully. ഫലം ഉണ്ടായിരിക്കും. This is how you should understand the scripture. ഇങ്ങനെയാണ് ദൈവവചനം നാം മനസ്സിലാക്കേണ്ടത്. John the Baptist said every fruitless tree, and Jesus Christ said every fruitless branch. Both of them use the word every. രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു എല്ലാ മരങ്ങളെയും എല്ലാ വൃക്ഷങ്ങളെയും ഫലം പുറപ്പെടുവിക്കുന്നതിൽ വെട്ടിക്കളയണം. യേശുക്രിസ്തു പറഞ്ഞു ഫലം പുറപ്പെടുവിക്കാത്ത ശാഖയൊക്കെയും വെട്ടി തീയിലിട്ട് കളയണം. It is not all the trees but every, it is singled out. That is what you should understand. എല്ലാ വൃക്ഷങ്ങളെയും അല്ല, എന്നാൽ ചില വൃക്ഷങ്ങളെ ഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷങ്ങൾ. Now I want you to receive this as a personal message of accountability tonight. നിങ്ങൾ വ്യക്തിപരമായി ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു സംഗതിയായി ഈ വിഷയം ഉൾക്കൊള്ളണമെന്ന് ഞാൻ ask this question: am I reproductive? Am I a fruitful Christian? ഞാൻ ഫലപ്രദമായ ഒരു ക്രിസ്തീയ ജീവിതമാണോ നയിക്കുന്നത്? ഞാൻ ഒരു പ്രത്യുൽപാദന രീതിയിലാണോ ജീവിക്കുന്നത്? സുവിശേഷത്തിൽ കൂടെ സന്തതികളെ ജനിപ്പിക്കുന്നു എന്ന് ചിന്തിപ്പാൻ കണ്ണുടിയാകണം. Don't generalize that question. ഇത് പൊതുവിൽ പറയേണ്ട ഒരു ചോദ്യമല്ല. I have prepared a questionnaire for you titled Am I a missionary Christian? Am I? ഞാൻ ഒരു കൂട്ടം ചോദ്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു ഫലപ്രദമായ ക്രിസ്ത്യാനിയാണോ? Before you can accept personal responsibility, you don't talk about corporate ministry. വ്യക്തിപരമായി ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു സുവിശേഷീകരണ വേലയിലേക്ക് പോകുന്നില്ല. Each one will give account. വേദപുസ്തകം പറയുന്നു ഓരോ വ്യക്തിയും വ്യക്തിപരമായി ദൈവത്തിന്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കും. There is too much of generalization in Christian community. That is why we accomplish very little. വളരെയധികം പൊതുവിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഈ ക്രിസ്തീയ ഗോളത്തിലുണ്ട്. അതുകൊണ്ടാണ് വ്യക്തിപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പലപ്പോഴും നാം തയ്യാറാകുന്നത്. You must take personal, individual responsibility to be a fruit-bearing tree. നാം ഓരോരുത്തർക്കും ഫലപ്രദമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം. Let me tell you, beloved, fruitlessness is not weakness, but it is wickedness. സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇന്ന് രാത്രികാലം പറയട്ടെ, ഫലമില്ലാതെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിശൂന്യതയല്ല, എന്നാൽ അത് തെറ്റായ ഒരു കാര്യമാണ്. The 5-talented man was fruitful. 5 വ്യക്തികൾ കടന്നു വന്നവർ ഫലപ്രദമായവരായിരുന്നു. 2-talented man was fruitful. 2 താലന്ത് ലഭിച്ചവർ ഫലപ്രദമായിരുന്നു. And the single-talented man was not fruitful. 1 താലന്ത് ലഭിച്ചവൻ അവൻ ഫലം പുറപ്പെടുവിച്ചില്ല. And how did the master address him? യജമാനൻ എങ്ങനെയാണ് അവനെ കണ്ടത്? You wicked servant. ദുഷ്ടനായ വ്യക്തിയെ. See, the word used was wickedness. അവിടെ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദുഷ്ടൻ. He did not destroy the talent his master gave him. അവന്റെ യജമാനൻ കൊടുത്തതായ താലന്ത് അവൻ നശിപ്പിച്ചു കളഞ്ഞില്ല. And he did not try to do anything selfishly out of it. അവന്റെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിൽ നിന്ന് ഒന്നും ചെയ്യുവാൻ അവൻ താല്പര്യപ്പെട്ടില്ല. Why did the master call him you wicked servant? എന്തുകൊണ്ടാണ് അവന്റെ യജമാനൻ പിന്നെ ദുഷ്ടൻ എന്ന് വിളിച്ചത്? So wickedness is not a weakness, my dear, on your part. It is wickedness. Fruitlessness is wickedness. We should never forget. ഫലമില്ലായ്മ എന്ന് പറയുന്നത് ഒരു ദുഷ്ടതയായിട്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. That's why I tell you, beloved, if you have to ever become productive and fruitful in God's work or in the economy of God, step number 1 that you should understand how awful it is to stay and go fruitless. അതുകൊണ്ടാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ നാം ഫലം പുറപ്പെടുവിക്കുന്നതായിരിക്കണം. ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ അത് വളരെ ഭയങ്കരമായ ഒരു സ്ഥിതിയാണ്. Secondly, രണ്ടാമതായി, the second reason why we are ineffective in evangelism, രണ്ടാമത്തെ കാരണം നാം ഫലപ്രദമായി സുവിശേഷീകരണം ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത്, we do not pray enough for perishing souls. I don't say we don't pray for perishing souls. I say we don't pray enough for perishing souls. നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ആവശ്യത്തിന് പ്രാർത്ഥിക്കുന്നില്ല. Now when you find time, please read Mark's Gospel 11th chapter.
മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം സമയം ലഭിക്കുമ്പോൾ നാം വായിക്കണം. This also happened on Palm Sunday. ഇതും നടന്നത് കുരുത്തോല ഞായറാഴ്ച ദിവസമാണ്. Jesus Christ went into the temple. യേശുക്രിസ്തു ദൈവാലയത്തിലേക്ക് കടന്നു ചെന്നു. And there he saw men and people who were selling doves. അവിടെ അവൻ പക്ഷികളെ വിൽക്കുന്നതും മറ്റും ദൈവാലയത്തിൽ കണ്ടു. And they were exchanging coins over there. അവർ നാണ്യങ്ങളൊക്കെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്നതൊക്കെ. I want to ask you a question. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ താല്പര്യം. What for were those doves sold? ആ പ്രാക്കളെ വിറ്റുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയാണ്? It was for a religious purpose. അതൊരു ജാതീയമായ ഒരു ജാതി വിഷയത്തിലാണ് അങ്ങനെ It ചെയ്തുകൊണ്ടിരുന്നത്. was for offering unto God. അത് ദൈവത്തിനെ കൊടുക്കാൻ വേണ്ടി ഒരു മതവിഷയമായിട്ടാണ് അവിടെ വ്യാപാരം നടന്നത്. If you are not rich enough to bring a lamb like Mary, the mother of Jesus, you can bring 2 turtle doves. മേരിയെ പോലെ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരാനുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവിനെ കൊണ്ടുവരാൻ സാധിക്കും. You know, Mary was too poor to bring a lamb, so according to the law of Moses, she brought only 2 turtle doves. മേരി ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരാൻ തക്കവണ്ണ സാമ്പത്തിക ശേഷി ഇല്ലാതിരുന്നതിനാൽ 2 പ്രാക്കളെയാണ് കൊണ്ടുവന്നത്. So people may not be able to carry doves all the way from their place. So when they come to the temple, there will be doves which will be sold, pigeons. They will buy them and sacrifice. After all, that was for a religious purpose. അവരുടെ ഭവനത്തിൽ നിന്നും പ്രാക്കളെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ട് കാരണം അവിടെ വന്നതിന് ശേഷം പ്രാക്കളെ മേടിക്കുക, അത് ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ് ഒരു മതപരമായ പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. And what was that exchange business for? അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണ് അവിടെ നടക്കുന്നത്? You know, the Roman coins and the Greek coins, you cannot pay a simple temple tax. You have to exchange them into temple coins. റോമൻ നാണയങ്ങളും ഗ്രീക്ക് നാണയങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം നടത്താൻ ഒക്കത്തില്ല. അത് മാറ്റി എടുത്തതിന് ശേഷം മാത്രമേ അത് ദൈവാലയത്തിൽ കൊടുക്കാൻ സാധിക്കൂ. So in a sense, whatever was going on there, that so-called merchandise, was for religious purpose only. അവിടെ നടന്നിരുന്ന വിനിമയങ്ങളും കച്ചവടങ്ങളും എല്ലാം ഒരു മതപരമായ കാര്യത്തിന് വേണ്ടിയാണ് നടന്നുകൊണ്ടിരുന്നത്. Why did Jesus become so angry and vehement at those people? എന്നാൽ യേശുക്രിസ്തു എന്തുകൊണ്ട് അവരുടെ മേൽ കോപിഷ്ഠനായി എന്നാണ് നാം നോക്കേണ്ടത്. Turned the tables down. അവൻ മേശയൊക്കെ മറിച്ചിട്ടു. He would not allow them to even take their merchandise. അവരുടെ സാധനങ്ങളെല്ലാം പറക്കിക്കൊണ്ട് പോകുവാൻ അവരെ അനുവദിച്ചില്ല. Why did Jesus, according to us, lose his temper so badly on that day? യേശുക്രിസ്തു അവരുടെ മുന്നിൽ വെച്ച് എന്തുകൊണ്ട് കോപിഷ്ഠനായി തീർന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായ ഒരു വസ്തുതയാണ്. The answer is there in his own rebuke. അവൻ പറയുന്നതിൽ നിന്ന് തന്നെ അതിന്റെ ഉത്തരം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. You know what he said? അവൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? My house shall be called a house of prayer for all people. You know, he now brings in the missionary purpose. അവൻ എല്ലാവർക്കും വേണ്ടി ദൈവാലയത്തെ കുറിച്ച് പറയുന്നു. But you have made it a den of thieves. അത് കള്ളന്മാരുടെ ഒരു ഗുഹയാക്കി തീർത്തിരിക്കുന്നുവെന്ന് കർത്താവ് പറയുന്നു. You know what is the interpretation of it? അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? The primary, the prominent and the preeminent activity in the house of God should be prayer. But it was not the case. ദൈവത്തിന്റെ ആലയത്തിൽ നടക്കേണ്ടതായ പരമപ്രധാനമായ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ടതായ കാര്യം പ്രാർത്ഥനയാണ് എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. And what sort of prayer? എങ്ങനെയുള്ള പ്രാർത്ഥനയാണ്? It's a house of prayer for all nations, not the Jewish community only. Follow me carefully. എല്ലാ രാജ്യത്തിലുമുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, അല്ലാതെ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയല്ല അവിടെ നടക്കേണ്ടത്. King Solomon made that in the dedication prayer. ശലോമോൻ രാജാവ് തന്റെ പ്രതിഷ്ഠാ പ്രാർത്ഥനയിൽ ഇപ്രകാരം പറഞ്ഞു. You can read that when you get back home at 1 Kings 8th chapter. 1 രാജാക്കന്മാർ 8ാമത്തെ അധ്യായത്തിൽ നമുക്ക് വീട്ടിൽ പോയി ആ വേദഭാഗം വായിക്കാം. He was standing before that awesome presence of God and he offered a wonderful dedication prayer. അവൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മതിമറന്ന് നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന നൽകി. You know, I have meditated on that dedication prayer so often. Every time I meditate on it, some new light comes up. ആ പ്രതിഷ്ഠാ പ്രാർത്ഥനയെ പറ്റി ഞാൻ ധ്യാനിച്ചപ്പോഴൊക്കെയും എന്റെ ഹൃദയത്തിൽ ഒരു പുതിയ ആലോചന ലഭിച്ചുകൊണ്ടേയിരുന്നു. But there is something very significant in his prayer. അതിൽ വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമുണ്ട്. You know what he told God? അവൻ ദൈവത്തോട് എന്താണ് പറഞ്ഞതെന്നറിയാമോ? Oh God, when a foreigner comes into this temple, ഒരു വിദേശിയായ ഒരു വ്യക്തി ഈ ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, why should a non-Jew come into the temple? ഒരു യഹൂദനല്ലാത്ത വ്യക്തി എന്തുകൊണ്ട് ഈ ദൈവാലയത്തിലേക്ക് കടന്നു വരണം? If you go to New Delhi, don't you visit Agra and Taj Mahal? നിങ്ങൾ ന്യൂഡൽഹിയിലേക്ക് പോവുകയാണെങ്കിൽ ആഗ്രയും താജ്മഹാളും സന്ദർശിക്കാതെ ഇരിക്കുമോ? That is after all the tomb of somebody's wife, but we are all interested, we go and see that. ആരാണ്ടുടെ ഭാര്യയുടെ ശവകുടീരമാണത്, നമ്മൾ അവിടെ പോയി കാണാറുണ്ട്. In the same way, when you come to Jerusalem, everybody would like to see it. It's a tourist attraction. അതുപോലെ യെരുശലേമിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ അത് സഞ്ചാരികൾക്ക് പ്രിയപ്പെടുന്ന ഒരു ഭാഗമായതുകൊണ്ട് ആ ഒരു
ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നു. Because it was a magnificent edifice. അത് വളരെ മനോഹരമായ ഒരു സൗധമായിരുന്നു. And when he comes into the temple, അവർ ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ here and there on corners there will be people on their straight knees worshiping Jehovah. അവിടെ ഇവിടെയും ആൾക്കാർ നിന്നുകൊണ്ട് വളരെ ഭയത്തോടുകൂടി ദൈവത്തെ ആരാധിക്കുന്നത് കാണുവാൻ സാധിക്കും. So this man also will be captivated by that reverential fear for God. ആ ബഹുമാനാദരത്തോടു കൂടിയ ആരാധന ആയാൽ അദ്ദേഹത്തിന്റെയും ശ്രദ്ധ So he തിരിച്ചറിയാറുണ്ട്. also would kneel down. എല്ലാവരും മുട്ടുകുത്തി നിന്ന് ആരാധിക്കും. And he would have come to Jerusalem on some business purpose. അവരെ ഒരു വ്യാപാര സംബന്ധമായ ബന്ധത്തിൽ യെരുശലേമിൽ കടന്നു Just വന്നിരിക്കാം. like on the day of Pentecost, people of all languages were there for a business purpose. പെന്തക്കോസ്തിലുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നും സഭകളിൽ നിന്നുള്ള വ്യക്തികൾ ഒരു വ്യാപാര ബന്ധത്തിൽ അവിടെ കടന്നു And he വന്നിരിക്കാം. may have a problem in his heart. അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി, He may have a pressing need in his own life. വളരെ അത്യാവശ്യമായ എന്തെങ്കിലും ആവശ്യം So he ഹൃദയത്തിലുണ്ടായിരിക്കാം. will cry unto God. അവർ ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കും. Solomon foresees that. ശലോമോൻ രാജാവ് അത് മുൻകണ്ടു. And he asked the Lord. അത് ദൈവത്തോട് ഇപ്രകാരം അവൻ ചോദിച്ചു, When a foreigner who is not a Jew makes a prayer from this temple unto you, ഒരു യഹൂദനല്ലാത്ത ഒരു വിദേശി ഈ ദൈവാലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചാൽ, please Lord, listen to that prayer. ദൈവമേ ആ പ്രാർത്ഥനയ്ക്ക് നീ ചെവി Because കൊടുക്കണമേ. if that man receives an answer to his prayer, അവൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നുവെങ്കിൽ when he gets back to his native country, he will call all his relatives and tell them what happened because of his prayer during his visit to Jerusalem temple. അവന്റെ സ്വന്തം രാജ്യത്തിൽ കടന്നു ചെന്ന് ഇപ്രകാരം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നത് പറഞ്ഞ് ആ രാജ്യത്തിലുള്ള മറ്റുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ആ ദൈവാലയത്തിൽ ആരാധിക്കുവാനിടയാകും. And the next time when he again goes on the business trip, his wife or wives and all the children would say, come on, we also will come with you. അടുത്ത പ്രാവശ്യം ഇപ്രകാരം ഒരു വ്യാപാര ബന്ധത്തിൽ ആ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കൂട്ടി വരുവാനിടയാകും. So now a family from the non-Jewish background is coming into the worship of Jehovah. ഇപ്പോൾ യഹൂദനല്ലാത്ത ഒരു വ്യക്തി ആ ദൈവാലയത്തിലേക്ക് ആരാധനയ്ക്കായി കടന്നു വരികയാണ്. That is why Jesus said, my house shall be called a house of prayer for all nations. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, എന്റെ ആലയം സകല ദേശങ്ങൾക്കും ഒരു ദൈവാലയമായിരിക്കും. Dear brothers and sisters, I do not know what was your original background. പ്രിയ സഹോദരി സഹോദര, നിങ്ങളുടെ പശ്ചാത്തലം, ജീവിത പശ്ചാത്തലം മുൻപെന്തായിരുന്നു എന്ന് എനിക്കറിയാൻ Some പാടില്ല. of you may come from Pentecostal background. നിങ്ങൾ പെന്തക്കോസ്റ്റൽ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരായിരിക്കാം. Some of you may be from mainline churches. ചിലപ്പോൾ മറ്റ് ചില സഭകളിൽ നിന്ന് മുഖ്യധാരാ സഭകളിൽ നിന്ന് Shall I വന്നവരായിരിക്കാം. tell you something? ഞാനൊരു കാര്യം പറയട്ടെ. When churches forget that their primary calling and purpose is to serve as a prayer center for all nations and people of the earth to come to know that the Lord is God and there is no one else, Hallelujah. those buildings will become sprawling centers of corruption and court cases. ഈ മുഖ്യധാരാ സഭകളും ഈ ദൈവിക സഭകളൊക്കെയും നാം കൂടി വരുന്നതൊക്കെയും ഈ ഭൂമിയിലുള്ള സകല ജാതികൾക്കും വേണ്ടി, സകലർക്കും വേണ്ടി, സകല രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സുവിശേഷീകരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ദൗത്യമായി ഏറ്റെടുക്കുന്നുവെങ്കിൽ വളരെ കഷ്ടകരമായ ഒരു അനുഭവത്തിലേക്ക് നാം നീങ്ങുമ്പോൾ Sometimes we think we can impress God by our huge buildings and our big organizational structures. നമ്മുടെ വലിയ സ്ഥാപനങ്ങളും നമ്മുടെ വലിയ കെട്ടിടങ്ങളും ഒക്കെ കണ്ട ദൈവം വളരെ സന്തുഷ്ടവാനായി തീരുമെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. One day the disciples of Jesus Christ took Jesus Christ on a tour around the huge buildings of the temple premises and said, look at these buildings. ഒരു ദിവസം കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ വിളിച്ചുകൊണ്ടുപോയി ആ ദൈവാലയത്തിന് ചുറ്റും കാണിച്ചിട്ട് ഈ ഇതൊക്കെയും ഒന്ന് കാണണമെന്ന് പറഞ്ഞു. Jesus is not an American tourist who is so impressed and literally falls flat before a Meenakshi temple. മധുര മീനാക്ഷി ടെമ്പിൾ ഒരു അമേരിക്കൻ ഒരു സന്ദർശകൻ കാണുമ്പോൾ അവർ കണ്ട് അതിശയിച്ച് അവർ മയങ്ങി വീഴാറുണ്ട്. You know what Jesus said? യേശുക്രിസ്തു എന്താ പറഞ്ഞതെന്ന് അറിയാമോ? They were so excited about these huge structures. ഈ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരൊക്കെ ഈ വലിയ സൗധങ്ങളൊക്കെയും കണ്ട് വളരെ അത്ഭുതകൂർമാറുന്നു. But when they showed it to Jesus, what was Jesus' cutting remark? യേശുക്രിസ്തു ഇത് കണ്ടപ്പോൾ യേശുക്രിസ്തു എന്താണ് അവരോട് പറഞ്ഞതെന്ന് Sometimes അറിയാമോ? I wonder why he was not even showing basic courtesy. ഒരു സാമാന്യ മര്യാദ പോലും കർത്താവായ യേശുക്രിസ്തു എന്തുകൊണ്ട് കാണിച്ചില്ല എന്ന് ഞാൻ പലപ്പോഴും You ചിന്തിച്ചിട്ടുണ്ട്. know what he told them? കർത്താവായ യേശുക്രിസ്തു എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? Days will come when one stone will not be on the other stone. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇരിക്കുന്ന ദിനം വരുന്നു എന്ന് കർത്താവ് പറഞ്ഞു. What an anticlimax response to somebody's excitement about taking you around a tour of something great and huge. ഇത്ര സന്തോഷകരമായ ഒരു അനുഭവത്തിലേക്ക് ഈ ദൈവാലയം വിളിച്ചു കാട്ടിയപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം ഒരു ഉത്തരം പറഞ്ഞത് എന്തൊരു ഭയങ്കരമായ ഒരു കാര്യമാണ്. Did it happen? അത് നടന്നുവോ? It happened. അത് അതുപോലെ In നടന്നു. AD 70, the temple was destroyed by Romans. 70 ആ ദൈവാലയം നശിപ്പിക്കപ്പെട്ടു. How was it destroyed? എങ്ങനെയാണ് നശിപ്പിച്ചത്? Not just the smashing down of those buildings,
they thought Solomon might have inserted some gold plates in between the stones. So they tried to chip off each stone from the other stone. ആ കല്ലുകളുടെ ഇടയിൽ ശലോമോൻ രാജാവ് സ്വർണ്ണ പാളികൾ വെച്ചിരിക്കാം എന്ന് കരുതി അത് മുഴുവൻ അവൻ ഉടച്ച് ആ കല്ലുകളൊക്കെയും നീക്കം ചെയ്തു. So what my Jesus said came to literal verbatim fulfillment. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ അതേപടി പറഞ്ഞതുപോലെ നിറവേറുവാനിടയായി. And here I am here standing before this huge audience to tell you and declare unto you, if the church fails to be a prayer movement, it will soon become a monument. ഇന്ന് രാത്രികാലം ഈ ഓഡിയൻസിനോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ സഭ ഒരു പ്രാർത്ഥന മുന്നേറ്റമായി മാറുന്നില്ല എങ്കിൽ ഒരു പരാജയമായി. That is why Christianity in Europe and Christianity in the West is losing a lot of their beautiful structures to anti-Christian forces. യൂറോപ്പിലും മറ്റ് പല സ്ഥലങ്ങളും ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്ന ഉന്നതമായ പല സൗധങ്ങളും നഷ്ടപ്പെട്ട് ആ ക്രിസ്ത്യാനിത്വത്തിന്റെ പ്രാധാന്യം നശിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു കാരണം അതാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. Christianity started in catacombs with a message. Unfortunately, that has entered in cathedrals with no message but only money. ദൈവത്തിന്റെ ദൂതുകളെ കുറിച്ച് പ്രസ്താവിക്കാത്ത സഭ ഇന്ന് വളരെ നാശകരമായ ഒരു പാതയിലായി. ഒന്നും പറയാനില്ലാതെ, സുവിശേഷ ഘോഷണത്തെ പറ്റി ഒന്നും പറയാനില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാതയിലേക്കായി തീർന്നു. Do you, I'm asking you, do you നിങ്ങളോട് ചോദിക്കുന്നു, in your church have a missionary prayer meeting? നിങ്ങളുടെ സഭയിൽ, ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങളോട് ചോദിക്കട്ടെ, സുവിശേഷ ഘോഷണത്തെ കുറിച്ചുള്ള താല്പര്യത്തിൽ അതിനുവേണ്ടി ഒരു പ്രാർത്ഥനാ യോഗം നിങ്ങൾ കൂടാറുണ്ടോ? Don't tell me how many people attend your Sunday services. That is not an index of the strength of your church. Tell me how many people regularly attend the missionary prayer meeting. That, I repeat, that is the true strength of a church. നിങ്ങളുടെ സഭയിൽ എത്ര പേര് കൂടുന്നു എന്നുള്ളതിലല്ല നിങ്ങളുടെ സഭയുടെ ശക്തി ഇരിക്കുന്നത്. എന്നാൽ ഒരു സുവിശേഷീകരണത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ യോഗത്തിൽ എത്ര പേര് നിങ്ങളുടെ സഭയിൽ കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. You have not come here just to sign a check for Oasis ministry, even though that is implied and that is secondary. But I tell you, you have gathered here to primarily understand God's missionary burden and respond to it positively, to begin with giving yourselves for prayer. ഒയാസിസ് മിനിസ്ട്രീസിന് വേണ്ടി ഒരു ചെക്ക് എഴുതി ഒരു സഹായം നൽകുവാനായിട്ട് അത് ആവശ്യമായ കാര്യമാണെങ്കിലും, എന്നാൽ നിങ്ങൾ വ്യക്തിപരമായി സുവിശേഷത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതിനൊരു തീരുമാനം എടുക്കേണ്ടതിന് വേണ്ടിയാണ് നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നത്. That's why Apostle Paul in his first letter to Timothy in the 2nd chapter he said, first of all, അപ്പോസ്തലനായ പൗലോസ് 2 തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ആദ്യമായിട്ട്, first of all, എല്ലാറ്റിലും ഉപരിയായി, I urge you that prayers and supplications and giving of thanks be made for all men. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിലും യാചനയിലും നിങ്ങൾ സമയം കഴിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ. I am not preaching you tonight. I am painting the missionary picture on your mind. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുകയല്ല ചെയ്യുന്നത്, എന്നാൽ ഒരു സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ള ഒരു ചിത്രം നിങ്ങളുടെ മുന്നിൽ വരച്ചു കാട്ടുവാൻ വേണ്ടിയാണ് ഞാൻ. First of all, prayer be offered for all men to be saved and come to the knowledge of the truth. എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെട്ട് അവന്റെ സത്യത്തിന്റെ പാതയിലേക്ക് ആയിത്തീരുവാൻ തക്കോണം നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് അവിടെ പറയുന്നത്. Is there regular family prayer which has got missionary periodicals, missionary requests and missionary field problems attached to it? നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിൽ ഒരു സുവിശേഷീകരണ ദൗത്യത്തെ കുറിച്ചുള്ള ചിന്താഭാരത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ എന്നുള്ളതാണ് രാത്രി. I don't want to embarrass you asking you to lift up your hands, but please answer this question. In your family prayer, is there reference to missionary work at least once? നിങ്ങളുടെ ഫാമിലി കുടുംബ പ്രാർത്ഥനയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു മിഷണറി ദൗത്യത്തെ കുറിച്ചുള്ള ഭാരത്തോടു കൂടി നിങ്ങൾ പറയുകയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. Not the general prayer. ഒരു സാധാരണ Lord bless all the missions and all the missionaries and all the missionary work in the world. ലോകത്തിലുള്ള എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും എല്ലാ രാജ്യങ്ങളെയും എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ എന്ന് പൊതുവിലുള്ള ഒരു പ്രാർത്ഥനയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. That you can
record in a cassette and play the cassette. അതൊരു കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പല പ്രാവശ്യം അത് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. That is not what I am talking about. ഞാനതല്ല ഇവിടെ പറയുന്നത്. For your headache, you want everybody to pray for you. നിങ്ങളുടെ ഒരു തലവേദനയ്ക്ക് വേണ്ടി എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട്. Every member in your church should pray for your headache. എല്ലാ സഹോദരന്മാരും സഹോദരിമാരും നിങ്ങളുടെ തലവേദനയ്ക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ പറയാറുണ്ട്. Every member in your church should pray for your stomach problem due to overeating. നിങ്ങളുടെ വയറിന് എന്തെങ്കിലും കൂടുതൽ കഴിച്ച് കുഴപ്പമുണ്ടായാൽ അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട്. Every preacher in the world also should pray for you. എല്ലാ സുവിശേഷകന്മാരും ആ വിഷയത്തിൽ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടാറുണ്ട്. An American letter in that Yarmel cover carries lot of weight for preachers in India. അമേരിക്കയിൽ പോകുന്ന ഒരു കത്തില് എല്ലാത്തിലും അങ്ങനെ എഴുതാറുണ്ട്. So for your stomach ache, you are bothering everybody to pray. നിങ്ങളുടെ വയറുവേദനയ്ക്ക് വേണ്ടി നിങ്ങളെ മറ്റുള്ളവരെ ശല്യപ്പെടുത്തി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയാം. I am talking about the heartache of God. ദൈവത്തിന്റെ ഹൃദയഭാരത്തെ കുറിച്ചാണ് ഞാൻ I'm not playing with words tonight. ഇന്ന് ഞാൻ വാക്കുകൾ കൊണ്ട് നിങ്ങളെ I'm sharing with you the heartache of God. ദൈവത്തിന്റെ ഹൃദയഭാരത്തെ കുറിച്ചാണ്, ആത്മാക്കളെ കുറിച്ചുള്ള ഹൃദയഭാരത്തെ കുറിച്ചാണ് ഞാൻ The പറയുന്നത്. eternal heart of our loving Father is aching for ages. Who will help him? ദൈവത്തിന്റെ നിത്യനായ ദൈവത്തിന്റെ ഹൃദയം ആരെനിക്ക് വേണ്ടി പോകും എന്നുള്ള ആ ചോദ്യത്തോടുകൂടെ ഭാരപ്പെടുകയാണ്. In the Old Testament we have a reference, I believe it refers to the Lord Jesus Christ. I labor in the vineyard. പഴയ നിയമഭാഗത്ത് ഒരു ഭാഗത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു, ഏകനായി ഞാൻ മുന്തിരിച്ചക്ക് ചവിട്ടി. So decide tonight, beloved, that you will have lots of missionary dose in your family and church prayer. നിങ്ങൾ ഇന്ന് രാത്രികാലം പറയണം, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിൽ ഒരു മിഷണറി ഒരു ദൗത്യത്തെ കുറിച്ചുള്ള ഭാരത്തോടു കൂടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. Why are we weak in evangelism? നമ്മൾ എന്തുകൊണ്ട് സുവിശേഷീകരണത്തിൽ വളരെ ബലഹീനരായി? Number one, ഒന്നാമതായി we have not realized the awfulness of fruitlessness. ഫലമില്ലാത്തതിന്റെ ഭയങ്കരതയെ കുറിച്ച് നാം മനസ്സിലാക്കുന്നില്ല. Number two, രണ്ടാമതായി we do not pray enough for the perishing souls. നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി നാം എത്രയും പ്രാർത്ഥിക്കും. മൂന്നാമതായി, we do not depend on the power of the Holy Spirit. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിക്കുന്നില്ല. Once again, ഒരു പ്രാവശ്യം കൂടെ, we do not depend on the power of the Holy Spirit. നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നാം പൂർണ്ണ ആശ്രയം വയ്ക്കുന്നില്ല. Read Matthew's Gospel 26th chapter and see what happened the day before Jesus was crucified in the case of Peter. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന്റെ മുൻപ് നടന്ന ഒരു വസ്തുത മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. You know Peter, what he did? പത്രോസ് എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാമോ? Sometimes I am not able to even believe that Peter would have done that. പത്രോസിനെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. He denied Christ. അവൻ യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞു. That itself was bad enough. അത് തന്നെ വളരെ തെറ്റായ ഒരു കാര്യമാണ്. In the second instance, രണ്ടാമത്, he took and walked and he said, I don't know him. അവൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും തള്ളി പറയുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും തള്ളി പറഞ്ഞു. That was really bad. അതെ, അതിലും മോശമായ ഒരു കാര്യമാണ്. Notwithstanding, in the third instance, my Bible says, he cursed Jesus. മൂന്നാമത്തെ പ്രാവശ്യം അവർ യേശുക്രിസ്തുവിനെ ശപിച്ച് പ്രാഗി പറഞ്ഞു. It is inconceivable. അത് നമുക്ക് മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ നമ്മുടെ മനുഷ്യന് ഗ്രഹിക്കാനൊക്കെ Judas can do it, not Simon Peter. യൂദായ്ക്ക് അത് ചെയ്യാൻ സാധിക്കും, എന്നാൽ പത്രോസിന് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കും? Because Judas Iscariot was a thief from the beginning. ആദ്യം മുതലേ യൂദാസ് ഇസ്കറിയോത്ത് ഒരു കള്ളനായിരുന്നു. But not so with Simon Peter. എന്നാൽ ശീമോൻ പത്രോസ് അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. He was a rock-like character. അവൻ വളരെ നല്ല സ്വഭാവ പുഷ്ടിയുള്ള ഒരു മനുഷ്യനായിരുന്നു. Jesus counted him so much, he handed over the keys to him. അവൻ യേശുക്രിസ്തു വളരെ അദ്ദേഹത്തെ വിലമതിച്ചതുകൊണ്ട് താക്കോൽ അദ്ദേഹത്തിന്റെ കയ്യിലാണ് കൊടുത്തത്. And he took him along with him to the Mount of Transfiguration to witness the glory that he received from his Father. മറുരൂപ മലയിലേക്ക് കർത്താവായ യേശുക്രിസ്തു പത്രോസിനെയാണ് കൊണ്ടുപോയത്. Now you just try to imagine all these things, put all these historical gospel records together and then try to understand the intensity of the situation. ഈ ചരിത്ര സത്യങ്ങളൊക്കെയും നമ്മുടെ മനോമുഖരത്തിൽ കണ്ടുകൊണ്ട് ഇതൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. A person like Simon Peter, ഒരു ശീമോൻ പത്രോസിനെ പോലെയുള്ള ഒരു വ്യക്തി not only denied Christ but also took an oath and said, I do not know him. അവൻ യേശുക്രിസ്തുവിനെ തള്ളി പറയുക മാത്രമല്ല, എന്നിട്ട് അറിയത്തില്ല എന്ന് സത്യമായി പറഞ്ഞു. Not only denied Christ and took an oath and said that I don't know him, but he also went to the extent of cursing. There is no exaggeration in the Bible, I believe. യേശുക്രിസ്തുവിൽ നമ്മുടെ വേദപുസ്തകത്തിൽ അധികപ്പറ്റായി ഒന്നും പറഞ്ഞിട്ടില്ല. പത്രോസ് കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളി പറയുക മാത്രമല്ല, അവൻ പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നതേ ഇല്ല എന്ന് പറഞ്ഞു.
Why did he do it? അവൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? Did you ever try to think why he did it? അവൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Because of fear. അവൻ ഭയത്തിൽ നിന്നാണ് അങ്ങനെ He was പറയാൻ. scared to death. അവൻ വളരെ ഭയവിഹ്വലനായി തീർന്നു. You know, when you are very afraid, you do not know what you are doing. നിങ്ങൾ വളരെ ഭയത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് You പലപ്പോഴും know, he took the sword out of the sheath and then he cut somebody's blood. അവൻ വാളെടുത്ത് Right here. ആരുടെ ചെവി വെട്ടുവാൻ കണ്ണുടയായി. No, I often used to think, you try to demonstrate it among yourselves when you get back home. It's very interesting. ഞാൻ പലപ്പോഴും ഈ വിഷയത്തെ പറ്റി ചിന്തിക്കാറുണ്ട്. നിങ്ങൾ അതൊന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് കാണേണ്ടിയിരിക്കുന്നു. This is the sword I take. ഇതൊരു വാളാണ്. And here, let us say that my translator is Malchus. That is the high priest servant. ട്രാൻസ്ലേറ്റർ ആണ് ആ വിട്ടുകൊള്ളാൻ പോകുന്ന വ്യക്തി എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. I don't know what he says. Anyway, you take the sword and then you cut him. നിങ്ങൾ വാളെടുത്ത് അദ്ദേഹത്തെ വെട്ടാൻ പോവുകയാണ്. Suppose you miss him, അദ്ദേഹത്തിന് വെട്ട് കിട്ടിയില്ല എങ്കിൽ only the left ear blade will go. ആ ഇടതുവശത്തെ ചെവി മാത്രമേ പോവുള്ളൂ. But here the right blade gone. ഇവിടെ ശരിയായിട്ട് അത് വിട്ടുകൊണ്ടു. Total confusion. He totally missed the target. പൂർണ്ണമായ ഒരു ചിന്താ കുഴപ്പത്തിലായിരിക്കാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം തെറ്റി. You know what will happen if you snatch off or you cut off somebody's ear blade? ഒരു വ്യക്തിയുടെ ചെവി മുറിച്ചു കളഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് continue to hear. നിങ്ങൾ വീണ്ടും കേൾക്കും. You continue to hear. കേൾക്കാനൊക്കെയും സാധിക്കും. What a poor aim. എന്തോ ഒരു ലക്ഷ്യം തെറ്റിയുള്ള What a poor aim, because he was so excited out of fear. ഭയത്തിൽ നിന്നും അവൻ വളരെ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. So I would like to call that high priest servant Malchus in our language as sexton. ആ മഹാപുരോഹിതന്റെ ദാസനെ ഒരു സെക്സ്റ്റൻ means he is an attender in the church. ഒരു സഭയിലെ അറ്റൻഡർ ആയിട്ട് സെക്സ്റ്റർ ആയിട്ട് he is the errand boy in the church for the padri. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾക്ക് പറഞ്ഞു വിടുന്ന ഒരു വ്യക്തി. So he the sexton, after all, poor fellow. Every pastor comes, he will be with the pastor. എല്ലാ പാസ്റ്റർമാരും വരുന്നു. ആ പാസ്റ്റർമാരുടെ ഒക്കെയും കൂടെ ഈ വ്യക്തി ജോലി ചെയ്തുകൊണ്ടിരിക്കും. You know, the sexton's ear blade got cut off. സെക്സ്റ്റൻസിന്റെ ചെവി മുറിച്ചു പോകപ്പെട്ടു. And there was another fellow waiting there. വേറൊരു വ്യക്തി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. You know who that fellow was? ആരായിരുന്നു എന്നറിയാമോ? The Bible says he was the sexton's relative. നിങ്ങൾ വേദപുസ്തകം പറയുന്നു ആ സെക്ഷന്റെ ബന്ധുവായ ഒരു വ്യക്തിയായിരുന്നു. I tell you, Satan was really sifting Simon Peter like wheat. Nothing less than that. ശിമോൻ പത്രോസിനെ സാത്താൻ യഥാർത്ഥമായി വാസ്തവമായി പാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. So that the sexton's relative cornered him. Hey, tell me, which is the truth? സെക്ഷന്റെ വേണ്ടപ്പെട്ട വ്യക്തി വന്ന് ചോദിച്ചു, സത്യം എന്താണ്? Why am I trying to amplify it? ഞാനിത് വലുതാക്കി കാണിക്കാൻ എന്തുകൊണ്ടാണ് പരിശ്രമിക്കുന്നത്? I'm not trying to tell you what is not there, but I'm trying to tell you what we normally don't see. നമ്മൾ അവിടെ ഇല്ലാത്ത ഒരു കാര്യമല്ല, നാം കാണാത്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. But the same Peter, ഈ പത്രോസ് തന്നെ, when the Holy Spirit came upon him, പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നപ്പോൾ, my Bible says, എന്റെ വേദപുസ്തകം പറയുന്നു, Peter standing up with the 11. I like that statement. 11 പത്രോസ് എഴുന്നേറ്റു. You know, that's what, the Holy Spirit emphasizes what has to be emphasized. പരിശുദ്ധാത്മാവിടെ വളരെ പ്രാധാന്യം നൽകി ഊന്നി പറയുന്നു, 11 അവൻ എഴുന്നേറ്റ്. Peter standing with the 11. പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്നു. Where did he get that courage from? അവൻ എവിടെ നിന്നാണ് ആ ധൈര്യം ലഭിച്ചത്? They threatened him. അവനെ പലപ്പോഴും കുറ്റപ്പെടുത്തിയിരുന്നു, ഭയപ്പെടുത്തിയിരുന്നു. You will be finished. നിന്നെ നശിപ്പിച്ചു കളയും. So better stop it. അത് നിർത്തണം, നിന്നെ നശിപ്പിച്ചു കളയും. Peter and John told the persecutors. പത്രോസും യോഹന്നാനും വളരെ കഷ്ടപ്പെടുന്നു. Now we appreciate what you're saying. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വളരെ നന്നായി അറിയുന്നു. But you yourself judge whether we should obey God or obey you. They put them into difficulty. നിങ്ങൾ തന്നെ വിധിച്ചുകൊള്ളാം, ഞങ്ങൾ മനുഷ്യരെ അനുസരിക്കണമോ ദൈവത്തെ അനുസരിക്കണമോ. The boldness of Peter and John. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം. You know, when you come to the writings of Peter, the epistle is very interesting. പത്രോസിന്റെ ലേഖനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് പല നല്ല കാര്യങ്ങൾ കാണാൻ What സാധിക്കും. was Peter? പത്രോസ് എന്തായിരുന്നു? Paul was at least a learned person under Gamaliel. പൗലോസ് ഒരു വളരെ വിദ്യാസമ്പന്നനായ ഒരു But what വ്യക്തിയായിരുന്നു. was Peter? എന്നാൽ പത്രോസ് എന്തായിരുന്നു? A stinky fisherman. Use the word stinky. ഒരു നാറുന്ന മീൻപിടുത്തക്കാരൻ. You don't need to study anything to become a fisherman. You only need to be trained in this. ഒരു മത്സ്യബന്ധനക്കാരനാകുവാൻ നമുക്കൊന്നും പഠിക്കേണ്ടതില്ല. He was a stinky fisherman. അവൻ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു മത്സ്യബന്ധനക്കാരനായിരുന്നു. എന്ത് സംഭവിച്ചു എന്നറിയാം? When he sat to write, he was using royal language.
അവൻ എഴുതുവാനിരുന്നപ്പോൾ വളരെ രാജകീയമായ ഭാഷയാണ് അവൻ What ഉപയോഗിച്ചത്. royal language did he use? അവൻ എന്ത് രാജകീയ ഭാഷയാണ് അവൻ ഉപയോഗിച്ചത്? We are a royal priesthood. We are a chosen generation. If Paul writes that, I can understand. Peter writes that. നാം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജകീയ പുരോഹിതൻ. പൗലോസ് അങ്ങനെ എഴുതിയാൽ നമുക്ക് മനസ്സിലാകാം. എന്നാൽ പത്രോസ് അങ്ങനെ എഴുതുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാം. What happened? എന്ത് സംഭവിച്ചു? Pentecost happened to him. പെന്തക്കോസ്ത് അവന്റെ ഉള്ളിൽ. See, that's what's important. അതാണ് ഏറ്റവും So Pentecost happened to him and propelled him into the foremost of witnessing for his own Lord, whom he once denied, whom he took an oath and refused, and whom he literally cursed. Now the whole thing is turned around. പെന്തക്കോസ്ത് അവന്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ ദൈവത്തിന്റെ സാക്ഷിയായി തീരുവാനുള്ള ധൈര്യം ലഭിച്ച് ലോകത്തിന്റെ അറ്റത്തോളം സാക്ഷിയാകുവാൻ അവനെ തന്നെ തീരുമാനിച്ചു. We are his special people. അവന്റെ പ്രത്യേക ജനക്കൂട്ടമാണ്. VIPs. നമ്മൾ വളരെ പ്രാധാന്യമേറിയ വ്യക്തികളാണ്. We are his own special people. VIPs. അവന്റെ സ്വന്തം വളരെ പ്രാധാന്യമേറിയ വ്യക്തികളാണ് നാം. This is coming out of the mouth of a fisherman. ഇത് ഒരു മത്സ്യം പിടിക്കുന്ന വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. Read 1 Peter very carefully, then you will understand what this experience really did to that man. ഈ അനുഭവം ആ വ്യക്തിയിൽ എന്ത് മാറ്റം വരുത്തിയെന്ന് 1 പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി. He tells his readers in his 3rd chapter 14th and 15th verses. 3-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിൽ അവന്റെ അനുഭവം നമുക്ക് വായിക്കാം. Don't be afraid of their threats. Hello. അവർ നിങ്ങളെ ഭയപ്പെടുത്തുവാനായിട്ട് വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടുന്നവരായി തീരരുത്. Simon Peter speaking. സീമോൻ പത്രോസാണ് സംസാരിക്കുന്നത്. Don't be afraid of their threats. നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. But be ready always to give a reason for your faith. Hello. Who is speaking? നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ഒരു കാരണം നൽകുവാൻ തക്കോണം എപ്പോഴും നാം തയ്യാറായിരിക്കുക. You know what that experience has really given him? ആ അനുഭവങ്ങൾ അവൻ എന്താണ് കൊടുത്തതെന്ന് നിങ്ങൾക്കറിയാം. Once I had the privilege of reading about this General Jackson. ഡെന്റൽ ജാക്സൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് വായിപ്പാൻ തക്കൊണ്ട് എനിക്കൊരു അവസരം ലഭിച്ചു. A spirit-anointed preacher was preaching, denouncing sin and calling everybody to repentance. വളരെ ആത്മാവിന്റെ ശക്തി പ്രാപിച്ച ഒരു ദൈവദാസൻ വളരെ ശക്തിയോടുകൂടി സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. Somebody from the audience, he just whispered to this preacher, "Oh, General Jackson is sitting here." ആരോ അദ്ദേഹത്തിന്റെ ചെവിയിൽ മന്ത്രിച്ചു, ജനറൽ ജാക്സൺ ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ഇരിപ്പുണ്ട്. Immediately the preacher responded, "Who is General Jackson? If he wants to repent and receive the gift of salvation, ask him to come forward." ആ പ്രാസംഗികൻ ഇപ്പോൾ പറഞ്ഞു, ആരാണ് ജനറൽ ജാക്സൺ? അദ്ദേഹത്തിന് ഇപ്പോൾ അനുദപിക്കാൻ ഉള്ള അവസരമാണ്, അനുദപിച്ച് ദൈവസന്നിധിയിൽ And at the കടന്നു close വരും. of the meeting, General Jackson would take the hands of the preacher and say, "If I will have 100 men like this, I will win every battle." മീറ്റിംഗിന് ശേഷം ജനറൽ ജാക്സൺ വന്ന് പറയും, ഇദ്ദേഹത്തിനെ പോലെ 100 പേരുണ്ടായിരുന്നെങ്കിൽ ഞാൻ എല്ലായിടവും പോയിരുന്നു. You shall receive power when the Holy Spirit comes upon you, and you shall be witnesses to me, beginning with Jerusalem and going into all Judea and in all Samaria and to the ends of the earth. നിങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം യെരൂശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. Do you know that you are listening to a man called a 6-footer tall Brother Stanley, who is the worst coward of all sorts? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന വ്യക്തി ഒരു ഭയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു എന്ന്? I cannot stand before people. മനുഷ്യരുടെ മുൻപിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. This Stanley only. ഇപ്പൊ കാണുന്ന സ്റ്റാൻലി അല്ല. I just cannot stand before people. എനിക്ക് മനുഷ്യരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം. I was scared to death. ഞാൻ വളരെ ഭയന്നു പോകാറുണ്ടായിരുന്നു. Simon Peter was better than me. ശീമോൻ പത്രോസ് എന്നേക്കാൾ വളരെ മെച്ചമായിരുന്നു. But what happened? എന്നിട്ട് എന്ത് പറ്റി? In the year 1962, Pentecost happened. 1962 പെന്തക്കോസ്ത് എന്ന സംഭവം എന്റെ ഹൃദയത്തിൽ കടന്നു. Pentecost power came upon me. പെന്തക്കോസ്തിന്റെ ശക്തി എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. To give me authority and boldness to stand before any audience, intellectual or ignorant, rich or poor, cultured or pagan, to preach forth the word of God. The Bible says they were all filled with the word of God, with the Spirit of God, and spoke the word of God with boldness. പെന്തക്കോസ്തിന്റെ ശക്തി എന്റെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ ഇന്നെനിക്ക് ഏത് ജനത്തെയും പണ്ഡിതനെയോ പാമരനെയോ വിശ്വാസിയോ അവിശ്വാസിയോ ആരെയും അഭിമുഖിച്ച് സംസാരിക്കാനുള്ളതായ ധൈര്യം എനിക്ക് ലഭിച്ചു. He's talking about missionary work in West Bengal. വെസ്റ്റ് ബംഗാളിലെ മിഷണറി പ്രവർത്തനങ്ങളെ കുറിച്ച് കർത്താവിന്റെ ദാസൻ നമ്മളോട് It's not as easy as you saw it in that video clipping. നിങ്ങൾ വീഡിയോ ക്ലിപ്പിംഗിൽ കണ്ടതുപോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ പറഞ്ഞത്. You saw only the baptism service. അത് നിങ്ങൾ അതിന്റെ ആ സ്നാന ശുശ്രൂഷ മാത്രമേ നിങ്ങൾ കണ്ടു. You did not see what all went before that. അവിടെ എന്തെല്ലാം നടന്നു, എന്തെല്ലാം കക്ഷതകളിൽ കൂടെയാണ് ആ പ്രവർത്തനം അവിടെ നടക്കുന്നത്.
If you want Pentecostal power, you should go through the Pentecostal pain also. നിങ്ങൾ പെന്തക്കോസ്തിന്റെ ശക്തി അനുഭവിക്കണമെങ്കിൽ പെന്തക്കോസ്തിന്റെ വേദനയിലൂടെ കടന്നു പോകണം. It was through pain that they have come through to show you this video clip. വേദനയിലൂടെ കടന്നുപോയതിനു ശേഷമാണ് അവരെ ഈ വീഡിയോ ക്ലിപ്പിലൂടെ കാണിപ്പാൻ തക്കവണ്ണം. That is possible by the power of the Spirit, because the Bible says even though missionary work is a Herculean task, it is a mountainous task. It is neither by might nor by power, but by my Spirit, say the Lord. The hands of Zerubbabel shall complete the building. His hands which started the work shall also finish it. സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാൽ തന്നെ ഞാൻ എന്റെ പ്രവർത്തനങ്ങളെ നടത്തും. സിരുബാബേലിനോട് കൂടെ ഇരുന്ന ദൈവത്തിന്റെ ആലയം പണിയുവാൻ തക്കണം ദൈവമാണ് ശക്തി നൽകിയത്. Fourthly, നാലാമതായി, why are we weak in evangelism? നാം സുവിശേഷീകരണത്തിൽ എന്തുകൊണ്ട് ഫലപ്രദമായി തീരുന്നില്ല? We do not emphasize personal soul winning. നാം വ്യക്തിപരമായി ആത്മാക്കളെ നേടുവാനായിട്ട് പരിശ്രമിക്കുന്നില്ല. Let me say that again. ഞാനത് വീണ്ടും പ്രസ്താവിക്കട്ടെ. We do not emphasize personal soul winning. വ്യക്തിപരമായ സുവിശേഷീകരണത്തെ കുറിച്ച് നാം പലപ്പോഴും ഭാരപ്പെടുന്നു. Jesus was a very efficient mass communicator. കർത്താവായ യേശു ക്രിസ്തു വലിയ ജനക്കൂട്ടത്തോട് സംസാരിക്കാനും അവരോട് വിനിമയം നടത്തുവാനും കഴിവുള്ളതായ ഒരു But at the same time he was an ardent, mark my words, he was an ardent personal soul winner. അതേസമയം തന്നെ അവൻ വ്യക്തിപരമായി സുവിശേഷീകരണം നടത്തുന്നതിലും വളരെ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. They put him on the cross. അവരെ കുരിശിനാക്കി, കുരിശിൽ തറച്ചു. What did he do? അവൻ അവിടെ എന്ത് ചെയ്തു? He won 50% of his congregation to the kingdom of God. അവന്റെ രാജ്യത്തിലെ 50% ആൾക്കാരെ അവിടെ നിന്ന് നേടുവാനിടയായി. His congregation were 2 thieves and he got 1. That was 50%. അവന്റെ സഭയിൽ കള്ളന്മാരായിരുന്നു, അതിൽ ഒരാളെ നേടുവാൻ തക്കവണ്ണം. Put Jesus anywhere, he was a soul winner. കർത്താവായ യേശു ക്രിസ്തുവിനെ എവിടെയാക്കിയാലും അവിടെ അവൻ ഒരാത്മാക്കളെ നേടുന്ന വ്യക്തിയായിരുന്നു. Personal soul winning is a ministry that anyone can do. വ്യക്തിപരമായി സുവിശേഷീകരണം ആർക്കും ചെയ്യാവുന്ന ഒരു ശുശ്രൂഷയാണ്. It can be done at any time. അത് ഏത് സമയത്തും ചെയ്യാവുന്ന ഒരു It ശുശ്രൂഷയാണ്. can be done anywhere. അത് എവിടെയും ചെയ്യാവുന്ന ഒരു ശുശ്രൂഷയാണ്. It can be done anyhow. ഏത് സമയത്തും ചെയ്യാവുന്നതായ ഒരു ശുശ്രൂഷയാണ്. Think of the limitless possibilities of personal soul winning. യാതൊരു അതിർവരമ്പുകളും ഇല്ലാതെ ചെയ്യാനൊക്കുന്ന ഒരു ശുശ്രൂഷയാണ്. You don't need a spectacular talent or skill or gift to be a personal soul winner. നിങ്ങൾക്ക് വലിയ താലന്തുകളോ അങ്ങനെയുള്ള വലിയ കഴിവുകളോ ഒന്നും ഉണ്ടായിരിക്കേണ്ടതില്ല ഒരു വ്യക്തിപരമായ സുവിശേഷം ചെയ്യുവാൻ. Only one tact you should have. ഒരു സ്വല്പം Only one tact you should have. ഒരു സ്വല്പം കഴിവ് മറ്റുള്ള വ്യക്തികളോട് സംസാരിക്കാൻ തക്ക. You know what is the only tact you should have to become a successful soul winner? Contact. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനമായ കാര്യം ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നത് മറ്റുള്ളവരുമായി ബന്ധപ്പെടുക, അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അതാണ് അദ്ദേഹം നമ്മളോട് പറയാനുള്ളത്. ഞാനൊരു ചെറിയ ചിത്രീകരണം നിങ്ങളോട് പറയാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്. Now let's say that my translator is a very intelligent, bright person because he is the assistant vice president of Citibank. No, they're videography. No, I don't know to say that. Let's say he's a very, very intelligent industrial വളരെ ബുദ്ധിമാനായ ഒരു വ്യക്തിയാണെന്ന് പറയാനില്ല. Otherwise, he would not have come to this position in this country. ഈ രാജ്യത്ത് അങ്ങനെ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വരുവാൻ സാധിക്കില്ല. Let us assume at least for the moment that I am a digital idiot. ഞാനൊരു ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾ വിചാരിക്കുക. So he is a real intelligent guy and here is an idiot. അദ്ദേഹം വളരെ ബുദ്ധിമാനായ ഒരു വ്യക്തിയും ഒരു ബുദ്ധിയില്ലാത്ത ബുദ്ധിശൂന്യനായ ഒരു വ്യക്തിയുമാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. Both of us eat mangoes. ഞങ്ങൾ രണ്ടുപേരും മാങ്ങ തിന്നുന്നു. Both of us not mangai mambal, but the same thing. ഞങ്ങൾ രണ്ടുപേരും മാങ്ങ തിന്നുന്നു എന്ന് വിചാരിക്കാം. Okay, both of us have the mango seeds in our hand after we will take up all the pulp. ഞങ്ങൾ രണ്ടുപേരും അതിന്റെ പൾപ്പ്, അതിന്റെ അകത്തെ കാമ്പെടുത്ത് തിന്നുന്നു. And then we throw it on the ground. ഞങ്ങൾ അത് ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. I have a question. എനിക്കൊരു ചോദ്യം. Which seed will grow? This idiotic seed will grow or that seed? ഏത് വിത്താണ് അവിടെ മുളയ്ക്കുവാൻ പോകുന്നത്? ആ ബുദ്ധിമാന്റെ വിത്ത് മുളയ്ക്കോ ആ ബുദ്ധിശൂന്യന്റെ വിത്ത് മുളയ്ക്കോ? But it's a difficult question. You can answer, otherwise you'll be caught. നിങ്ങൾ ആലോചിച്ചതിന് ശേഷം ഇതിന്റെ ഉത്തരം പറയണം. വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. Which will grow? ഏതാണ് വളരുവാൻ പോകുന്നത്? Both will grow. രണ്ടും വളരും. Why? എന്തുകൊണ്ട്? There is nothing in this person. The life is in the seed. ആ ജീവൻ ആ വിത്തിലാണ് ആയിരിക്കുന്നത്, വിത്തിയിലല്ല ആയിരിക്കുന്നത്. My Bible says the gospel is the power of God
unto salvation to everyone who believes, to the Jew first and also to the Greeks. I am quoting scripture verbatim. ഞാൻ വേദഭാഗത്തു നിന്നും ഇപ്രകാരം ഉദ്ധരിക്കട്ടെ. സുവിശേഷം എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയാണ്. Hallelujah. That's what Dr. Johnson was trying to explain in the video clipping. He was just showing, see what's happening, see what's happening. This is the power of the word of God. This is the miracle of miracles. A man who was an idol worshipper outrightly the previous moment, next moment transformed to worship the living God. Transferred from the darkness, kingdom of darkness into God's marvelous light. How did it happen? The word. അതാണ് ഡോക്ടർ ജോൺസൺ ഇവിടെ വീഡിയോ ക്ലിപ്പിങ്ങിലൂടെ നമുക്ക് വിശദീകരിച്ച് തന്നത്. ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഞങ്ങളുടെ കഴിവുകൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയുടെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. So I want to write a slogan on your faces, on your forehead and on your hearts this night. Each one, reach one. ഇന്ന് രാത്രികാലം നിങ്ങളുടെ നെറ്റിമേൽ എഴുതിയൊട്ടിക്കാൻ ഞാൻ താല്പര്യം, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഫലകങ്ങളിൽ മേൽ എഴുതിയൊട്ടിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്ന ഒരു വസ്തുത ഉണ്ട്. ഓരോ വ്യക്തിയും ഒരാളെയെങ്കിലും നേടുക. The souls in West Bengal are not less precious or more precious than the American souls around you. അമേരിക്കയിലുള്ള ആത്മാക്കളെക്കാൾ വില കുറഞ്ഞവരോ വില കൂടിയവരോ അല്ല വെസ്റ്റ് ബംഗാളിലുള്ള ആത്മാക്കൾ. Soul is a soul. ഓരോ ആത്മാവും വിലയേറിയതാണ്. Each soul is a potential candidate for the kingdom of God. എല്ലാ ആത്മാക്കളും ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള വ്യക്തികളാണ്. There was a blind man. ഒരു അന്ധനായ ഒരു വ്യക്തി ഉണ്ടായി. Jesus touched him. യേശു ക്രിസ്തു അവനെ തൊട്ടു. What do you see now? നിങ്ങൾക്ക് എന്ത് കാണാം? I see all men walking the streets. എനിക്ക് ആൾക്കാർ നടന്നു പോകുന്നതൊക്കെ കാണാം. Then Jesus touched him again. യേശു ക്രിസ്തുവിനെ വീണ്ടും സ്പർശിച്ചു. How do you see now? ഇപ്പോഴെന്താണ് നിങ്ങൾ? I see men as men now. നിങ്ങൾക്ക് മനുഷ്യരായി കാണാം. Let me tell you, we Christians need a third touch. Second touch is not enough. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്കൊരു മൂന്നാമത്തെ സ്പർശനം ആവശ്യമാണ്. ഞാൻ എന്തുകൊണ്ടത് പറയുന്നു? You should not see men as men. You should see men as eternal souls. നിങ്ങൾ മനുഷ്യരെ മനുഷ്യരായിട്ടുള്ള നിത്യജീവന് വേണ്ടിയുള്ള അവകാശികളായ വ്യക്തികളെ കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും. Why did I throw off engineering for evangelism? ഞാൻ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം വിട്ടിട്ട് എന്തുകൊണ്ട് why did you become more interested in theology than technology? ഞാൻ സാങ്കേതിക വിദ്യകളെക്കാൾ സുവിശേഷീകരണം എന്തുകൊണ്ട് മാർഗമായി സ്വീകരിച്ചു? How did it happen? അതെങ്ങനെ സംഭവിച്ചു? Who asked me to do it? ആരെന്നോടത് ചോദിച്ചു? Who asked me to do it? These men and women have understood the value of each soul, so they are ready to sell anything for the sake of the salvation of one soul. ഈ വ്യക്തികളൊക്കെ ഓരോ ആത്മാക്കളുടെയും വില മനസ്സിലാക്കി അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുവാൻ തയ്യാറായി. അതാണ് അതിന്റെ പ്രത്യേകത. Please understand this. I'm just trying to. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. I'm just trying to drive home the truth into your heart. ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തറഞ്ഞു ചൊല്ലുവാൻ തക്കവണ്ണം ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങളോട് പ്രസ്താവിക്കുകയാണ്. Each one, you reach one. ഓരോരുത്തരും ഓരോ വ്യക്തികളെ സമീപിക്കും. Touch your neighbor for the kingdom of God. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയെ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടി സ്പർശിക്കും. Shall I tell you something? ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളു. Until every member of the average church of Jesus Christ on the face of the earth today comes into grips and terms with the potentiality and the possibility of personal soul winning, we cannot rediscover the New Testament Christianity. പുതിയ ദൈവത്തിലെ ക്രിസ്ത്യാനിത്വത്തെ പറ്റി നാം ഈ വ്യക്തമായ ചിത്രം നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ടേണ്ടിയിരിക്കുന്നു. നാം ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷീകരണത്തെ കുറിച്ച് നാം ഭാരമുള്ളവരും പ്രവർത്തിക്കുന്നവരുമായി തീരണം. I am a fruit of personal soul winning standing here. വ്യക്തിപരമായ സുവിശേഷീകരണത്തിലൂടെ രക്ഷയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ്. He was not a preacher but a chemistry professor like this who led me to Jesus. ഒരു പ്രസംഗിയനല്ല എന്നെ കർത്താവിലേക്ക് നയിച്ചത്, എന്നാൽ ഒരു കെമിസ്ട്രിയുടെ പ്രൊഫസർ, ആ വ്യക്തിയെ പോലെയുള്ള ഒരു വ്യക്തി. Because in every subject I was getting 80+, 90+, except chemistry, because that was always a mystery for me. എല്ലാ വിഷയങ്ങളിലും എനിക്ക് 80-90% മാർക്കുകൾ ഒക്കെയും കിട്ടിയിരുന്നു, കെമിസ്ട്രി ഒഴികെ. എന്നാൽ എനിക്കത് അത്ര ഗ്രഹിക്കാൻ. Until I went to the exam, I will not know the difference, exact difference between organic and inorganic and physical chemistry. പരീക്ഷ വരെയും അങ്ങേറ്റം വരെ ഓർഗാനിക് കെമിസ്ട്രിയും ഫിസിക്കൽ കെമിസ്ട്രിയും സാധാരണ കെമിസ്ട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. So when you are weak in a subject, you are reverential towards that particular. ഒരു വിഷയത്തിൽ നാം വളരെ വീക്ക് ആണെന്നുണ്ടെങ്കിൽ ആ പ്രൊഫസറോട് നാം ഏറ്റവും വലിയ ആദരവ് കാണിക്കും. That is how I'm very happy that he is a chemistry man. So that's how I was led. അദ്ദേഹം ഒരു രസതന്ത്രം പഠിപ്പിക്കുന്ന പ്രൊഫസറായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. When he led me to Christ in the crossroads of my village called Nazareth, with the Gideon's New Testament in his hand, he never thought that he was preaching a Bible teacher for the kingdom of God. That evening on the 18th of November 1962.
1962 നവംബർ മാസം 18 അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ഗിദെയോൻസ് ബൈബിൾ എനിക്ക് സന്നതിന് ശേഷം എന്നോട് സുവിശേഷം പ്രസ്താവിച്ചപ്പോൾ ഞാൻ രക്ഷയിലേക്ക് വരുമെന്ന് അദ്ദേഹം കരുതിയിരുന്നു. നിങ്ങളെല്ലാവരും ഇങ്ങനെ വായടച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? You may not deny the Lord Jesus Christ, but if you are not speaking for Jesus Christ, what do you want to call that? നാം കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി വാതുറന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നു. What do you want to call that? അതിനെ എന്താണ് നിങ്ങൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്? Jesus was not ashamed to die for you. Are you ashamed even to live for him? കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിപ്പാൻ അവന് ലജ്ജയില്ലായിരുന്നു. എന്നാൽ അവന് വേണ്ടി സംസാരിപ്പാൻ നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? But it will cost you something. നിങ്ങൾക്ക് അതിനു വേണ്ടി ഒരു വില കൊടുക്കേണ്ടി വരും. I tell you, personal soul winning is more difficult than preaching on the pulpit. വളരെ വ്യക്തിപരമായ സുവിശേഷം വളരെ പ്രയാസമായ ഒരു വസ്തുതയാണ്. With some oratory skill and some good memory power, and you can always preach good sermons. നല്ല പ്രസംഗങ്ങളൊക്കെ നമുക്ക് പ്രസ്താവിക്കാൻ സാധിക്കും. But a personal soul winner, unless he lives close to the Lord in fellowship, he will not be able to bring another person to Jesus. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവുമായി അടുത്ത ബന്ധത്തിലായിരിക്കുന്നെങ്കിൽ വ്യക്തിപരമായുള്ള സുവിശേഷീകരണത്തിൽ വിജയം പ്രാപിപ്പാൻ നമുക്ക് സാധിക്കും. Personal soul winning, mind you, even though it does not involve money, it involves sacrifice. വ്യക്തിപരമായ സുവിശേഷീകരണം അതിന് വലിയ പൈസ ചെലവില്ലെങ്കിലും അത് വ്യക്തിപരമായി നാം സമയവും നമ്മുടെ ബുദ്ധിയും ഒക്കെ ചിലവഴിക്കേണ്ടിയിരിക്കും. Because Nicodemus will come to you only when it is 10 o'clock for you to sleep. നിക്കോഡിമോസ് നിങ്ങൾ ഉറങ്ങാൻ സമയത്തെ അവൻ നിന്റെ അടുക്കലേക്ക് വരികയും And a Samaritan woman will ask you all the details about eternal life only when you are in a lunch break under the hot sun, sitting on the parapet of a well. നിങ്ങൾ ലഞ്ച് കഴിക്കാനായി ഒരു ഇടവേളയിൽ ഇരിക്കുമ്പോഴായിരിക്കും ശമരിയ സ്ത്രീ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. It is only when you are agonizing and you are bleeding to death, somebody will ask you, please take me also with you to heaven. നിങ്ങൾ വളരെ വേദനാജനകമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു വ്യക്തി വന്ന് നിങ്ങളോട് നിങ്ങൾ എന്നെ കൂടെ കൊണ്ടുപോകും. I'm painting this picture on your minds. ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ ചിത്രം വരച്ചു കാട്ടുവാൻ We are walking from Palm Sunday unto Good Friday, understanding the lessons of missionary evangelism. നാം ഗുരുത്തോല ഞായറാഴ്ച മുതൽ ദുഃഖ വെള്ളിയാഴ്ച വരെയുള്ള സമയം നാം മനസ്സിലാക്കേണ്ടതായ കാര്യം നാം കർത്താവായ യേശുക്രിസ്തു കടന്നുപോയ ആ ചിത്രം ഒന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ വരയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. Fifthly, അഞ്ചാമതായി, why are we weak in evangelism? നാം സുവിശേഷീകരണത്തിൽ എന്തുകൊണ്ട് അശക്തരാണ്? We do not go out to the unreached masses. നാം എത്തിച്ചേരാത്ത ഇടങ്ങളിലേക്ക് പോകുവാൻ തക്കവണ്ണം നാം താല്പര്യപ്പെടുന്നു. We don't go out. I stress that word out. We don't go out to the unreached masses. നാം എത്തിച്ചേരാത്ത ജനതതികളിലേക്ക് പോകുവാൻ തക്കവണ്ണം നാം കൂടുതൽ പ്രയത്നിക്കുന്നില്ല. Read Hebrews 13th chapter, the first few verses when you find time. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വായിപ്പാൻ താല്പര്യം. Whenever I read that passage, I realize that I'm standing on a holy ground. ഞാൻ ആ വാക്യഭാഗം വായിക്കുമ്പോൾ ഞാൻ വിശുദ്ധ സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. My Bible says, എന്റെ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, Jesus suffered for his people outside the city. അവൻ പട്ടണത്തിന് നഗരവാതിലിന് പുറത്തായി യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചു. Then the Bible says, എന്റെ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, let us also go with him outside the camp and bear his reproach. നഗരം വിട്ട് പുറത്തേക്ക് പോയി അവരോടൊപ്പം പോയി സുവിശേഷീകരണത്തിൽ പങ്കാളിയാകുവാൻ നമുക്ക് ഏവർക്കും ഇടയാക്കുമാറാകട്ടെ. Jesus was not crucified in a cathedral, but he was crucified among two criminals. യേശുക്രിസ്തുവിനെ ഒരു പള്ളിയിലല്ല ക്രൂശീകരിച്ചത്, എന്നാൽ കള്ളന്മാരോടുകൂടി അവൻ ക്രൂശീകരിക്കപ്പെട്ടു. If he had died in Jerusalem, it would have been enough. If you have one script in Hebrew, he is the king of the Jews. അവനെ യെരൂശലേമിലാണ് ക്രൂശീകരിച്ചിരുന്നതെങ്കിൽ എബ്രായ ഭാഷയിൽ ഒരു ലേബൽ എഴുതി ഒട്ടിക്കേണ്ടി വന്നിരിക്കുന്നു. But they put it on 3 languages. എന്നാൽ 3 ഭാഷകളിൽ അത് എഴുതി ഒട്ടിപ്പാനിടയായി. Greek, Latin and Hebrew. ഗ്രീക്ക്, ലത്തീൻ, എബ്രായ, ഇങ്ങനെ എബ്രായ, യവന, ലത്തീൻ ഭാഷകൾ അത് എഴുതി സ്ഥാപിക്കാൻ. ഞാൻ ഇന്ന് രാത്രികാലം ഒരു പാഠം നിങ്ങളെ പഠിപ്പിക്കാനാണ്. എന്തുകൊണ്ട് 3 ഭാഷകളിൽ എഴുതി? Pilate did not know what he was doing. He was just writing another chapter in the missions of the world. പീലാത്തോസ് ചെയ്യുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല, എന്നാൽ അതിന്റെ ഈ ഒരു ക്രിസ്തീയ ചരിത്രത്തിന്റെ ഒരു താൾ അവർ എഴുതി കൂട്ടുകയായിരുന്നു. Greek was the commercial, the street language of that day. യവന ഭാഷയാണ് വ്യാപാര ബന്ധങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഭാഷ. Roman or Latin was the Roman or the political language of that day. രാഷ്ട്രീയ ഭാഷയായിരുന്നു ലാറ്റിൻ അഥവാ റോമൻ ഭാഷ. And Hebrew was the religious language of the day. എബ്രായ ഭാഷ എന്ന് പറയുന്ന മതസംബന്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഭാഷയായിരുന്നു. Commerce, വ്യവസായം, politics, രാഷ്ട്രീയം, religion. മതം.
Our God is a missionary God. നമ്മുടെ ദൈവം ഒരു സുവിശേഷം. Even on the cross, what was written to mock at the Lord Jesus Christ had a missionary retrospective. അവന്റെ മരണത്തിലൂടെ എഴുതി സ്ഥാപിക്കപ്പെട്ട കാര്യം ആ മിഷണറി ദൗത്യത്തെ കുറിച്ചുള്ള കാര്യമായിരുന്നു. I am wearing missionary glasses, so whatever I read in the Bible, this is what appears to me. ഞാൻ സുവിശേഷീകരണത്തിൽ ഉപയോഗിക്കുന്ന ഒരു കണ്ണാടിയാണ് ധരിച്ചിരിക്കുന്നത്. You know what I want to tell you? ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? Old Testament was written in Hebrew. പഴയ നിയമം എബ്രായ ഭാഷയിലാണ് എഴുതിയത്. Praise God, New Testament was not written in Hebrew. ദൈവത്തിന്റെ സ്തോത്രം, പുതിയ നിയമം എബ്രായ ഭാഷയിലല്ല New എഴുതിയിരിക്കുന്നത്. Testament also was written in Hebrew. You know, the Jewish all would have become like a Brahmins, Ayyers and Iyengars, and saying that is a Sanskrit language for us. They would not allow other people to touch. പുതിയ നിയമം എബ്രായ ഭാഷയിലാണ് എഴുതിയിരുന്നതെങ്കിൽ യഹൂദന്മാരൊക്കെ പറയാ ഞങ്ങള് ബ്രാഹ്മണരെ പോലെയാണ്, ഞങ്ങൾ ഉന്നതന്മാരാണ്, ഞങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് പറയാൻ. Praise God, my Jesus and my God through the Holy Spirit chose to write the 27 books of the New Testament not in the religious language of the day but the street market language of Greek. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വസ്തുത എന്തെന്ന് പറഞ്ഞാൽ പുതിയ നിയമം എബ്രായ ഭാഷയിലല്ല എഴുതിയിരിക്കുന്നത്, എന്നാൽ തെരുവീഥികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധാരണ ഭാഷയിലാണ് പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ എഴുതിച്ചത്. That's why I tell you, if you read the New Testament and if you have not become missionary minded, something is wrong with you. Maybe your upper tire is empty. നിങ്ങൾ പുതിയ നിയമം വായിച്ചതിന് ശേഷം നിങ്ങൾ ഒരു മിഷണറി ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നില്ല എങ്കിൽ എവിടെയോ എന്തോ പന്തികേടുണ്ട്. Because from every language and every nation, as we read in Revelation 7th chapter, they will hold the palm leaves. I'm sorry, I didn't bring the palm leaves here. If I had been in a CSC church, I would have had palm leaves. You know, they had palm leaves. That's what the Bible says in Revelation. In Revelation 7th chapter, they had palm leaves in their hands and they were singing, Hosanna. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു, അവർ കുരുത്തോല പിടിച്ചുകൊണ്ട് അവരെ ഓശാന പാടുന്നതായിട്ട് കാണും. On the first Palm Sunday, everybody said Hosanna. എല്ലാ ആദ്യത്തെ ഞായറാഴ്ച എല്ലാവരും ഹോസന്ന പാടും. That was a political cry. അത് രാഷ്ട്രീയമായ ഒരു തെറ്റായ വസ്തുതയായിരുന്നു. The Jews were cringing under the military and the regimentational rule of the Romans. റോമാക്കാരുടെ ഭരണത്തിന് കീഴിൽ യഹൂദന്മാർ വളരെ കഷ്ടത്തിലൂടെ. So when Jesus was coming into Jerusalem as the king of the Jews, they thought he will deliver us from the Roman rule, and they said Hosanna. Hosanna means deliver us from Roman rule. യേശു ക്രിസ്തു ആ കഴുതപ്പുറത്ത് കയറി വന്നപ്പോൾ യഹൂദന്മാർ വിചാരിച്ചു ഈ റോമൻ ഭരണത്തിൽ നിന്നും എന്നെ വിടുവിക്കുമെന്ന് വിചാരിച്ചു. Jesus did not come for a political liberation. He came for a spiritual deliverance. ഒരു രാഷ്ട്രീയ വിടുതലിന് വേണ്ടിയല്ല യേശു ക്രിസ്തു കടന്നു വന്നത്, എന്നാൽ ഒരു ആത്മീയമായ വിടുതലിന് വേണ്ടിയാണ്. So now Hosanna in heaven gets a different meaning than what it was on the dusty streets of Jerusalem the other day. Hosanna means the Lord has saved us. Salvation belongs to God. ഹോസന്ന എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ വിടുവിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ അതിന്റെ അർത്ഥം യെരുശലേമിൽ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അർത്ഥമാണ് അതിനുള്ളത്. Now I'm going to draw 3 circles of evangelism for your immediate attention. സുവിശേഷീകരണത്തിന്റെ 3 വൃത്തങ്ങൾ വരയ്ക്കുവാൻ ഇന്ന് രാത്രികാലം ഞാൻ താല്പര്യപ്പെടുന്നു. Neighborhood evangelism. നിങ്ങളുടെ അതിർപ്രദേശങ്ങളിൽ നിങ്ങൾ സുവിശേഷീകരണം നടത്തണം. Don't be like the Britishers or Americans that you mind your business and leave others to do their business. That way you cannot evangelize the world. അമേരിക്കക്കാരെ പോലെ ബ്രിട്ടീഷുകാരെ പോലെ അയൽക്കാരുമായിട്ട് യാതൊരു ബന്ധപ്പെടാതെ നിങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു രീതി അത് നല്ലതല്ല. Your business is to interfere with others. That is your business. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് ഈ സുവിശേഷീകരണം നടത്തുക എന്നുള്ളതാണ്. There was William Carey. He was a cobbler. വില്യം കേരി എന്ന് പറഞ്ഞ വ്യക്തി ഒരു ചെരുപ്പൂത്തിയായിരുന്നു. And there was a white gentleman who just gave his shoes for him to polish it. ഒരു വെള്ളക്കാരനായ വ്യക്തി അദ്ദേഹത്തിന്റെ ഈ ഷൂ ഒന്ന് പോളിഷ് ചെയ്യാനായിട്ട് കൊടുത്തു. William Carey was a very fun-loving guy. You know what he said? He was polishing the shoes and he asked the gentleman, "Are you saved?" വില്യം കേരി വളരെ രസകരമായ വളരെ ഫലിത ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പോളിഷ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവനാണ്? Because when you remove one shoes and the one shoes is in the hands of the cobbler, this fellow cannot run away. ഒരു വ്യക്തിയുടെ ഒരു ചെരുപ്പൂത്തിയുടെ കൈവശം ഇരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഓടി രക്ഷപ്പെടുവാൻ സാധിക്കില്ല. He was holding one shoe and he was asking him, "Are you saved?" ഒരു ഷൂ കയ്യിൽ പിടിച്ചുകൊണ്ട് വില്യം കേരി ആ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവനാണോ? വില്യം കേരി എന്താണ് പറഞ്ഞതെന്നറിയാം? What that man said? എന്താ ആ വ്യക്തി എന്താണ് പറഞ്ഞത്? Mind your business. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. And you know what William Carey answered? വില്യം കേരി എന്താണ് ഉത്തരം പറഞ്ഞതെന്നറിയാം? Sir, I'm minding my business only.
സാറ് ഞാൻ എന്റെ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. I am interested in the SOLE of your shoes and SOUL of your life. നിന്റെ ചെരുപ്പിന്റെ സോളും നിന്റെ ശരീരത്തിനോട് ബന്ധപ്പെടുത്തിയ SOUL സോളിനും ഇത് രണ്ടും എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ്. He is the man who came as a missionary statesman to West Bengal. വെസ്റ്റ് ബംഗാളിലേക്ക് കടന്നു വന്ന മിഷണറി ഈ വ്യക്തിയാണ്. Are you with me? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു. I am not teaching you fragments, but I am putting the whole thing together so that you get a wholesome picture. ഞാൻ കഷണമായിട്ടല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതിന്റെ മുഴുവനായ ഒരു ചിത്രം നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടുവാൻ താല്പര്യപ്പെടുന്നു. I had a barber friend. ഒരു ക്ഷൗരക്കാരനായ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. And he used to keep our tracts and New Testament in his barber shop. അദ്ദേഹത്തിന്റെ ബാർബർ ഷോപ്പിൽ ന്യൂ ടെസ്റ്റ്മെന്റും ട്രാക്സും ഒക്കെ വിൽക്കുക പതിവായിരുന്നു. I used to visit his shop very often, not for my hair cutting, but to learn hair cutting. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ കടയിൽ സന്ദർശിക്കാറുണ്ടായിരുന്നു. എന്റെ മുടി വെട്ടാൻ വേണ്ടിയല്ല, എന്നാൽ അദ്ദേഹത്തിന്റെ എങ്ങനെയാണോ ഒന്ന് പഠിക്കാനായിട്ട് അവിടെ പോകാറുണ്ടായിരുന്നു. I know hair cutting to some extent. I haircut our missionaries sometimes when I go to the fields. എനിക്ക് മുടി വെട്ടാൻ അറിയാം. ഞാൻ ചിലപ്പോൾ ഞങ്ങളുടെ മിഷണറിമാരുടെ ചിലരെയൊക്കെ മുടി വെട്ടാറുണ്ട്. I know you have lots of questions coming into your mind. നിങ്ങളുടെ ഹൃദയത്തിൽ പല ചോദ്യങ്ങളും ഈ സമയത്ത് കടന്നു വന്നേക്കാം. Okay, this barber friend became a Christian. ഈ ബാർബറായിട്ടുള്ള ഈ ക്ഷൗരക്കാരനായ വ്യക്തി ഒരു ക്രിസ്ത്യാനിയായി തീർന്നു. And he was a very humorous fellow. വളരെ രസികനായ ഒരു വ്യക്തിയായിരുന്നു. This is how they do with the knife. ഈ ദിവസങ്ങളിൽ അവരെ കത്തി ഇങ്ങനെ എടുത്തിട്ട് അദ്ദേഹം ഷേവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ We will ask him, are you ready to meet God? അവൻ ഇദ്ദേഹത്തിന് ചോദിക്കുന്നു, ദൈവത്തെ കാണുവാൻ നീ തയ്യാറാണോ? Brothers and sisters, it may look very, very funny, but that is your business. Whatever may be your job. അത് വളരെ രസകരമായി നമുക്ക് Your job may be to be in the city bank. Your job may be in a hospital. Your job may be in a school. That's your job. I'm not talking about your job. I'm talking about your business. You have got only one business on here. That is to win another person and take him with you to the paradise where you are going. നിങ്ങൾ എന്ത് തൊഴിൽ ചെയ്യുന്നു എന്നുള്ളതല്ല, എന്നാൽ ഭൂമിയുടെ മഹത്തായിരിക്കുമ്പോൾ നാം ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രം, മറ്റുള്ള ഒരു വ്യക്തിയെ കൂടെ ക്രിസ്തുവിലേക്ക് നയിക്കുക. That's your job. അതാണ് നിങ്ങളുടെ business. അതാണ് നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഓ, എന്നെ പിൻഗമിക്കുക, I will bless you. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. No, that's not what Jesus said. എന്നാൽ യേശു അതല്ല പറഞ്ഞത്. Follow Jesus. Jesus will bless you is another gospel. That is anathemic gospel. ദൈവത്തെ പിൻഗമിക്കുക, അവൻ നിന്നെ അനുഗ്രഹിക്കുക, അതൊരു മറ്റൊരു സുവിശേഷമാണ്. അത് വേദപുസ്തകത്തിലുള്ള സുവിശേഷമല്ല. എന്താണ് യേശു പറഞ്ഞത്? Jesus did not say follow me, I will bless you. He said follow me, I will make you a blessing. എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ ഒരു അനുഗ്രഹ വിഷയമാക്കി തീർക്കും കർത്താവ് പറഞ്ഞു. How did he say that? അവൻ എന്തുകൊണ്ട് എങ്ങനെയാണ്? Follow me, എന്നെ അനുഗമിക്കുക, I will make you into fishers of men. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. So soul winning comes as a single package along with the offer of salvation. പല കാര്യങ്ങളും ഒറ്റ പാക്കേജിൽ കടന്നു വരാറുണ്ട്. Brothers and sisters, സഹോദരി സഹോദര, today is Friday. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. And according to the church calendar, today is Good Friday. ഇത് സഭാ കലണ്ടർ അനുസരിച്ച് നോക്കുമ്പോൾ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്. In your life, let this really become a Good Friday when you decide that all your life you will be a personal soul winner. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ജീവിതത്തിൽ ഈ വെള്ളിയാഴ്ച ദിവസം യഥാർത്ഥമായ ഒരു നല്ല വെള്ളിയാഴ്ചയായി രൂപാന്തരപ്പെടട്ടെ. മറ്റുള്ള വ്യക്തികളെ സുവിശേഷത്തിലേക്ക് ആനയിക്കുവാൻ തക്കോണം ഒരു തീരുമാനമെടുക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി ഇന്ന് രാത്രികാലം തീരുമാറാകട്ടെ. Sixthly, ആറാമതായി, why are we weak in evangelism? നാം സുവിശേഷീകരണത്തിൽ എന്തുകൊണ്ട് ബലഹീനരായിരിക്കുന്നു? We don't give sacrificially for missionary evangelism. നമ്മൾ ത്യാഗത്തോടുകൂടെ ഈ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു. We don't give sacrificially for missionary evangelism. ത്യാഗ മനസ്ഥിതിയോടുകൂടി നാം കൊടുക്കുന്നില്ല. Something happened on Tuesday. ചൊവ്വാഴ്ച ദിവസം ഒരു കാര്യം നടന്നു, നിങ്ങൾക്കറിയാമോ? We talked about what happened on Sunday. ഞായറാഴ്ച എന്ത് നടന്നു അറിയാമോ? Something happened on Tuesday. ചൊവ്വാഴ്ച ഒരു കാര്യം നടന്നു. 2 women did something. 2 സ്ത്രീകൾ ഒരു കാര്യം ചെയ്തു. Very interestingly, if you study these gospels chronologically, both these happened on Tuesday. ഈ 2 കാര്യങ്ങളും നിങ്ങൾ സുവിശേഷം ആ സമയം അനുസരിച്ച് പഠിച്ചാൽ ഈ 2 കാര്യങ്ങൾ നടക്കുന്ന അറിയാം. A woman had a very, very costly perfume. ഒരു സ്ത്രീക്ക് വളരെ വിലയേറിയതായ ഒരു തൈലം ഉണ്ടായിരുന്നു. Maybe costlier than the costliest French perfume. ഫ്രാൻസിന്റെ ഏറ്റവും വില കൂടിയ സുഗന്ധ വസ്തുക്കളെക്കാൾ വളരെ വിലയേറിയതായ ഒരു തൈലമായിരുന്നു. She did not sprinkle it on Jesus or she did not spray it on Jesus. അത് യേശുക്രിസ്തുവിന്മേൽ തളിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യുകയോ അല്ല ചെയ്തത്. We are also doing like this only. Our missionary giving is all these body spray business. നമ്മൾ മിഷണറി വേല ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് വിതറി കൊടുക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. അവൾ എന്താണ് ചെയ്യുന്നത്? She poured it on Jesus. അവൾ ഒഴിച്ചു കൊടുത്തു, പൂർണ്ണമായി ഒഴിച്ചു. എന്തുകൊണ്ട് ചെയ്തു? Why? Did you understand? നിങ്ങൾ അത് മനസ്സിലാക്കി. There was the treasurer sitting nearby.
ഒരു സമ്പത്ത് സൂക്ഷിക്കുന്ന വ്യക്തി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. Mr. Judas Iscariot. ജൂഡസ് ഇസ്കരിയോട്ട് അവിടെ What did he say? അദ്ദേഹം എന്താണ്? His computer mind immediately began to calculate how much it will cost. 300 pieces of silver. അവന്റെ കമ്പ്യൂട്ടർ മനസ്സിൽ അവൻ കണക്ക് കൂട്ടി ഈ തൈലം എത്ര വെള്ളിക്കാശിന് വിൽക്കാൻ. What is 300 pieces of silver? 300 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ എന്താ? 300 days of wages. 300 ദിവസത്തെ ശമ്പളം. What is 300 days? ഏതാണ് 300 ദിവസം? 300 working days per year, leaving 52 Sabbaths. 300 ജോലി ചെയ്യാവുന്ന ദിവസങ്ങൾ. So 1 year saving, he's talking about 2 hours. I don't know why he set the standard so low. ഒരു വർഷത്തെ ശമ്പളം മുഴുവനായി അവൾ കൊടുത്തു. You know, some of us, if we give even 1 year salary, we will not die. Am I right? നമ്മൾ ഒരു വർഷത്തെ ശമ്പളം കൊടുത്താലും നാം മരിച്ചു പോവുകയില്ല. I'm not a mind reader, but I'm a purse reader. ഞാൻ നിങ്ങളുടെ മനസ്സിലാക്കുന്ന വ്യക്തിയല്ല, എന്നാൽ ഞാൻ പറയുന്നു ഒരു വർഷത്തെ ശമ്പളം കൊടുത്താലും. Some of you, even if you give 1 year salary, you won't die. ഒരു വർഷത്തെ ശമ്പളം നിങ്ങൾ കൊടുത്താലും നിങ്ങൾ മരിച്ചു പോകത്തില്ല. She did it. അവൾ അത് ചെയ്തു. But what she did was good, but what Jesus said was even more important. അവൾ ചെയ്തത് നല്ല കാര്യം തന്നെ, എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞാണ് അതിനേക്കാളും പ്രധാനമായത്. Why Jesus immediately began to think about missionary evangelism? എന്റെ കർത്താവായ യേശു ക്രിസ്തു മിഷണറി ഇവാഞ്ചലിസം സുവിശേഷീകരണത്തെ കുറിച്ച് ചിന്തിപ്പാൻ തുടങ്ങി. What did he say? അവൻ എന്താണ് പറഞ്ഞത്? Wherever this gospel shall be preached, what this woman did shall be told as a memorial for her. സുവിശേഷം ലോകത്തിൽ എവിടെ പ്രസംഗിക്കപ്പെട്ടാലും ഈ സ്ത്രീ ചെയ്തതിനെ പറ്റി പ്രസംഗിക്കും. Jesus always tied up everything for word when he യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി സംസാരിക്കുമായിരുന്നു. The house was filled with the fragrance of the saint. Jesus immediately began to imagine the earth filled with the knowledge of the Lord as the waters covered. ആ ഭവനം മുഴുവൻ സുഗന്ധം കൊണ്ട് നിറഞ്ഞപ്പോൾ ലോകമൊക്കെ ഈ സുവിശേഷം പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ വിഷയം സംസാരിക്കപ്പെടുമെന്ന് കർത്താവ് തന്റെ മനോഗ്രഹത്തിൽ കണ്ടു. At the end of the meeting, be ready. You may have to just empty your purses. ഈ മീറ്റിംഗിന്റെ അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൽ ഇരിക്കുന്ന പൈസ കൊടുക്കേണ്ടി വരുമായിരിക്കും. Okay, this is a woman who is a young girl. അവളൊരു സ്ത്രീയാണ്, അവള് വളരെ പ്രായം കുറഞ്ഞ ഒരു സ്ത്രീയാണ്. ഇവിടെ വിധവയായ ഒരു സ്ത്രീ വരുന്നു. ഞാൻ അങ്ങനെ 2 സങ്കല്പത്തിൽ കൂടെ പറയാം. അവര് 2 നാണയങ്ങൾ ഉണ്ടായിരുന്നു. ഒരു നാണയം പള്ളിയിൽ ഇടുവാനും ഒരു നാണയം തിരിച്ചു പോകാനുള്ള ചെലവിനും വേണ്ടി വെച്ചിരുന്നു. അവളിങ്ങനെ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നു. That carpenter of Nazareth sitting there. വഞ്ചിപ്പെട്ടിക്ക് അടുത്തേക്ക് കടന്നു വന്നപ്പോൾ നസറത്തിലെ ആശാരിപ്പണിക്കനായ വ്യക്തി അവിടെ ഇരിക്കുന്നത് കണ്ടു. John the Baptist spoke about 50%. യോഹന്നാൻ സ്നാപകൻ 50% കാര്യം പറഞ്ഞു. If you have 2 shirts, give 1. ഒരു 2 ഷർട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുക. If you have 2 cars, give 1. നിങ്ങൾക്ക് 2 കാർ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുക. That was John the Baptist. അത് യോഹന്നാൻ സ്നാപകനാണ് പറഞ്ഞത്. But one greater than John the Baptist. യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയൊരു വ്യക്തി ഇവിടെ ഇരിക്കുന്നു. She saw Jesus. യേശു ക്രിസ്തുവിനെ അവൾ കണ്ടപ്പോൾ she threw both the coins into the treasury box. അവൾ 2 നാണയം എടുത്ത് ആ പെട്ടിയിലേക്ക് ഇട്ടു. You are talking about tithe, but I am talking about total. നിങ്ങൾ ദശാംശത്തെ കുറിച്ച് പറയുന്നു, എന്നാൽ ഞാൻ പൂർണ്ണമായതിനെ കുറിച്ച്. Tithing is such a big doctrine in Pentecostal churches, as if that is a great standard. That is Old Testament. പെന്തക്കോസ്തൽ സഭകളിൽ ചെന്ന് കഴിഞ്ഞാൽ ദശാംശത്തെ കുറിച്ച് വളരെയധികം വലിയ ഉപദേശമായി പറയാറുണ്ട്, എന്നാൽ അത് കാലഹരണപ്പെട്ട ഒരു ഉപദേശമാണ്. നമ്മൾ എല്ലാം മുഴുവനായി കൊടുക്കുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഞാൻ പുതിയ നിയമത്തിലാണ്, നല്ല നിയമത്തിലാണ്, ഒരു വലിയ നിയമം. ദശാംശത്തിൽ നിന്നും പൂർണ്ണമായതിലേക്ക്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ തയ്യാറാകുന്നു. നിങ്ങൾ ഇത് അങ്ങനെ ചെയ്യുന്നെങ്കിൽ മറ്റുള്ളവരും അങ്ങനെ തന്നെ ചെയ്യും. Compare all the gospels with the help of harmony of the gospels in the Bible, and then you understand it. വേദപുസ്തകത്തിലെ സുവിശേഷങ്ങൾ ഒന്നിനോടൊന്ന് ചേർന്ന് നാം പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും. First time when I studied it, I wept. ഞാൻ ആദ്യം അത് പഠിച്ചപ്പോൾ ഞാൻ കരയുവാൻ. Even threw up everything. 2 സ്ത്രീകൾ മുഴുവനായി എറിഞ്ഞു കൊടുത്തു. For the treasure of the Lord Jesus Christ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ട്രഷറിയിലെ on the same Tuesday, he struck a deal with the religious leaders. അവൻ മത നേതാക്കന്മാരുടെ അതേ ദിവസം അവൻ ഒരു വ്യാപാര ബന്ധത്തിൽ ആയിത്തീർന്നു. For this woman, ആ സ്ത്രീക്ക് വേണ്ടി 300 pieces of silver was nothing before her Lord, but for the disciple 30 pieces were more precious than his. ഈ സ്ത്രീക്ക് 300 വെള്ളി നാണയങ്ങൾ ഒന്നുമല്ലാതായിരുന്നു, എന്നാൽ ഒരു ശിഷ്യന് 30 വെള്ളി നാണയം വളരെ വിലയേറിയതായി കണ്ടു. ഞാൻ മിഷണറി വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്.
ഞാൻ ഈ സുവിശേഷ കോളത്തിൽ വളരെയധികം നാളുകൾ ജീവിച്ചിട്ടുണ്ട്. ഒറീസയിൽ, മഹാരാഷ്ട്രയിൽ, കർണാടകയിൽ, മധ്യപ്രദേശ്. എന്റെ ഭാര്യയും ഞാനും വളരെ വർഷങ്ങൾ ആ സ്ഥലങ്ങളിൽ താമസിച്ചു. നിങ്ങൾ തിയറി പറയുന്ന ഒരു വ്യക്തിയല്ല കേൾക്കുന്നത്. ആ കലപ്പയിൽ കൈവച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം. എന്നാൽ എനിക്കറിയുകയും ചെയ്യാം, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. Measure your giving not by how much you give, but how much you keep. നിങ്ങൾ എത്ര കൊടുക്കുന്നു എന്ന് വെച്ചല്ല നിങ്ങൾ അളക്കേണ്ടത്, എത്ര നിങ്ങൾ വെച്ചിരിക്കുന്നു എന്നതിനെ നിങ്ങൾ I know it is a difficult pill to swallow. Better you swallow it. അത് വിഴുങ്ങുവാൻ വളരെ പ്രയാസമുള്ള ഒരു ഗുളികയാണ്. Better you swallow this pill. നിങ്ങൾ ഈ ഗുളിക വിഴുങ്ങണം. This is Good Friday. അത് നിങ്ങൾക്ക് നല്ലതാണ്. Let this Good Friday become a good Friday in your life too. ഈ നല്ല വെള്ളിയാഴ്ച നിങ്ങളുടെ ഈ ജീവിതത്തിൽ ഒരു നല്ല വെള്ളിയാഴ്ചയായി രൂപാന്തരപ്പെടട്ടെ. Don't measure your giving by what you give, but by what you keep. നിങ്ങൾ കൊടുക്കുന്നതിനെ സംബന്ധം വെച്ച് നിങ്ങൾ അളക്കരുത്, എന്നാൽ നിങ്ങൾ വെക്കുന്നതിനെ വെച്ച് നിങ്ങൾ അളക്കരുത്. Jesus became poor to make us rich. Shall we not become poor to make others rich? നമ്മൾ സമ്പന്നരായി തീരേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു ഒരു പാവപ്പെട്ടവനായി തീർന്നു. Seventhly and lastly, ഏഴാമതായി അതിന്റെ അവസാനമായി, why are we weak in evangelism? നമ്മൾ എന്തുകൊണ്ട് ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ വളരെ വീക്കായിരിക്കുന്നു? We do not unite our efforts in evangelism. നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഒരുമനപ്പെട്ട് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് നാം സുവിശേഷ പ്രവർത്തനങ്ങളിൽ ബലഹീനരായി. We do not unite our efforts in evangelism. നമ്മൾ ഒരുമനപ്പെട്ട് ദൈവ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. You meditate last recorded long prayer of Jesus on earth. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലുള്ള അവസാനത്തെ പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. What is that long prayer of Jesus? The last prayer, the last and the long prayer. അവസാനത്തേതുമായ പ്രാർത്ഥന എന്തായിരുന്നു? The high priestly prayer which we read on the 17th chapter of John's Gospel. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വായിക്കുന്ന ആ മഹാപുരോഹിതന്റെ പ്രാർത്ഥന. Nobody can pray better than the master prayer. ആ യേശു ക്രിസ്തുവിനേക്കാൾ മെച്ചമായി മറ്റാർക്കും പ്രാർത്ഥിക്കാൻ സാധ്യമല്ല. The 17th chapter from verse 20 to 23. ആ 17-ാം അധ്യായത്തിന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ He is praying for the witness of the witnesses and the oneness of the fruits of those witnesses. ആ സാക്ഷികളുടെ സാക്ഷ്യത്തിനെ കുറിച്ചും അതിന്റെ ഐകമത്യത്തെ കുറിച്ചും അവനോട് പ്രാർത്ഥിക്കുന്നതായി കാണുവാൻ സാധിക്കും. Dear Carolite friends, listen to me carefully. എന്റെ കേരളക്കാരായ സ്നേഹിതന്മാരെ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. You are very intelligent. നിങ്ങൾ വളരെ ബുദ്ധിമാന്മാരായ മനുഷ്യരാണ്. You are very industrious. വളരെയധികം അധ്വാനം ചെയ്യുന്ന ഒരു കൂട്ടമാണ്. At the same time, it is in your blood to be very independent. അതേസമയം നിങ്ങൾ വളരെ സ്വതന്ത്രരായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമാണെന്ന് എനിക്ക് കാണാൻ സാധിക്കും. Very difficult for Carolites to stay with somebody else for more than 2-3 years. ഒരു വ്യക്തിയുമായി 2-3 വർഷത്തിലധികം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു. Divisions are more than multiplications among the Kerala Christian community. ഗുണത്തെ ഗുണിക്കുന്നതിനേക്കാൾ ഹരിക്കുന്നതാണ് നിങ്ങളുടെ ഇടയിൽ പ്രധാനമായി. Everybody wants to be a king. എല്ലാവർക്കും ഒരു രാജാവായിരിക്കാനാണ് താല്പര്യം. Everybody is a king and there are no citizens. എല്ലാവരും രാജാവായിരുന്നാൽ പ്രജകളൊന്നുമില്ലാതെ പോകും. I'm giving a call to you. ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങളോടൊരു വിളി പറയുകയാണ്. Very intelligent. നിങ്ങൾ വളരെ ബുദ്ധിമാന്മാരാണ്. You are very industrious. നിങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. Put an end to independence. നിങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ആ ചിന്താഗതിയിൽ നിൽക്കും വ്യത്യാസം വരും. The law of the kingdom is not independence but interdependence. ദൈവത്തിന്റെ രാജ്യത്തിന്റെ നിയമം സ്വതന്ത്രമായിട്ടുള്ളതല്ല, എന്നാൽ അന്യോന്യം ബന്ധപ്പെട്ടതാണ്. We need to come together. നമ്മൾ ഒരുമിച്ചായി തീരേണ്ടിയിരിക്കുന്നു. Because we need to rescue the perishing. നാം നഷ്ടപ്പെടുന്നു പോയ ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം In baptism we cannot come together. നമ്മൾ സ്നാനത്തിൽ പോലും നമുക്ക് ഒന്നിച്ചു വരുവാൻ സാധിക്കും. Somebody will say you must be baptized in stagnant water. Other fellow will say it must be running water like John. ഒരു കൂട്ടർ പറയും ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സ്നാനപ്പെടുത്തണം, വേറൊരു കൂട്ടർ പറയും ഒഴുക്ക് വെള്ളത്തിൽ മാത്രമേ സ്നാനപ്പെടുത്താവൂ. One fellow will say dip once, other fellow will say dip thrice. In the name of the Father, in the name of the Son, in the name of the Holy Spirit. മറ്റേ വ്യക്തി പറയും 1 പോരാ 3 വട്ടം മുക്കണം. One fellow will say the Baptist can stand outside the font. Other fellow will say Baptist also should come into the font. ഒരു വ്യക്തി പറയും ഈ സ്നാനപ്പെടുത്തുന്നയാളിന് കരയ്ക്ക് നിൽക്കാൻ, സ്നാനപ്പെടുന്ന ആൾ മാത്രം വെള്ളത്തിൽ ഇറങ്ങിയാൽ മതി. വേറൊരു വ്യക്തി പറയും അല്ല, ഇരുവരും ഇറങ്ങണം എന്ന് പറയും. If you stay here for another half an hour, I will totally confuse you.
നിങ്ങൾ അടുത്ത അരമണിക്കൂർ ഇടുന്ന നിങ്ങളെ ഒരു ചിന്താക്കുഴപ്പത്തിലാക്കി തീർന്നു. So baptism is not going to unite us. സ്നാനം നമ്മൾ യോജിപ്പിക്കാൻ പോകുന്നില്ല. Shall I tell you something? ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. One common denominator can be evangelism. പൊതുവായ ഒരു വസ്തുത എന്ന് പറയുന്നത് സുവിശേഷീകരണം മാത്രമാണ്. One common denominator is evangelism. നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന പൊതുവായ ഒരു വസ്തുതയാണ്. 3 or 4 crewmen on the top of a deck in a ship were fighting against each other. ഒരു കപ്പലിന്റെ ഡെക്കിൽ നിന്നുകൊണ്ട് 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ and it was becoming very intense. അത് വളരെ ശക്തമായ ഒരു ഫൈറ്റ് ആയിരുന്നു. Suddenly one passenger he slipped into the sea. ഒരു യാത്രക്കാരൻ വെള്ളത്തിലേക്ക് ഓടി. So what they did? എന്താണ് അവർ ചെയ്തത്? Forgot the differences. അവരെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നു. They all wanted to rescue the ആ നഷ്ടപ്പെട്ടു പോയ വ്യക്തിയെ പിടിച്ചെടുക്കുവാൻ തന്നെ. mankind is sinking. മനുഷ്യരാശി മുങ്ങിക്കൊണ്ടിരിക്കുന്നു. and stinking. അവർ നാറിക്കൊണ്ടിരിക്കുന്നു. We can't afford the luxury of another division. ഇനി ഒരു വിഭാഗീയ ചിന്താഗതിക്ക് നമ്മുടെ ഇടയിൽ സ്ഥാനം. Mark my language. ഞാൻ പറയുന്ന വസ്തുത, you cannot afford the luxury of another division. ഇനി ഒരു വിഭാഗീയ ചിന്താഗതിക്ക് നമ്മുടെ ഇടയിൽ സ്ഥാനം. We need to call others in other ships, come help us, because our boats are sinking with a large catch. മറ്റ് പടകളിൽ നിന്ന് ആൾക്കാരെ നമ്മുടെ പടകിലേക്ക് വിളിക്കേണ്ടിയിരിക്കുന്നു. എന്റെ പടക് മുങ്ങുവാൻ പോകുന്നു, നിങ്ങൾക്ക് വന്ന് ഞങ്ങളെ കൂടെ സഹായിക്കുക. I want us to conclude with one sentence. ഞാനൊരു വാചകം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. The whole church മുഴുവനായി സഭ must carry the whole gospel പൂർണ്ണമായ സുവിശേഷം വഹിച്ചുകൊണ്ട് to the whole world. ലോകം മുഴുവനായി സഞ്ചരിക്കുക. Let me say that again. ഞാനൊരു പ്രാവശ്യം കൂടി The whole church മുഴുവനായി സഭ മുഴുവനായി must carry the whole gospel പൂർണ്ണമായ സുവിശേഷം വഹിച്ചുകൊണ്ട് to the whole world. ലോകം മുഴുവൻ സഞ്ചരിക്കണം. Then and only then, as we read in Isaiah 53rd chapter, the Savior will be satisfied with the travail of his soul. അപ്പോൾ മാത്രമേ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ പറയുന്ന പോലെ രക്ഷിതാവ് സന്തുഷ്ടവാനായി തീരുന്നത് അപ്പോൾ മാത്രമേ ആയിരിക്കും. On a Good Friday, ഇന്ന് ഈ നല്ല വെള്ളിയാഴ്ച if ദിവസം you want to satisfy the travail of the Savior, നിങ്ങളുടെ രക്ഷിതാവിനെ സന്തുഷ്ടവാനാക്കണമെങ്കിൽ understand the awfulness of fruitlessness, ഫലമില്ലായ്മയുടെ ഭയങ്കരത നിങ്ങൾ മനസ്സിലാക്കണം. give yourself to concerted prayer for the perishing souls. ഒരുമിച്ച് ചേർന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ജനതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. Depend totally on the power of the Spirit. പൂർണ്ണമായി പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സുവിശേഷ ദൗത്യം നിറവേറ്റുവാൻ Be active in personal soul winning. വ്യക്തിപരമായുള്ള സുവിശേഷീകരണത്തിൽ നാം വളരെ ശക്തന്മാരായി തീരും. Go out to the unreached masses. നാം എത്തിച്ചേരാത്ത സ്ഥലങ്ങളിലേക്ക്, എത്തിച്ചേരാത്ത വ്യക്തി ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഇടയായി. Give sacrificially for missionary cause. വളരെ ത്യാഗത്തോടുകൂടി സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കാം. Unite your efforts for evangelism. നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെയും ഒരുമിച്ച് ചേർന്ന് ഐകമത്യപ്പെട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെയ്യാം. Eyes closed and heads bowed down and nobody going out now. നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മുടെ തലകളെ വണക്കാം. If you want to satisfy the travail of his soul, നിന്റെ രക്ഷിതാവിന്റെ സന്തോഷം പൂർണ്ണമാക്കേണ്ടതിന് commit yourself to this sevenfold call. ഈ 7 വിധ വിളികളെ കുറിച്ച് നമുക്ക് ഒരു പ്രതീക്ഷയുള്ളവരായിരിക്കാം. I have taken enough time and pain to explain this awesome truth ഈ വലിയ as സത്യം, plainly and simply and clearly as possible. ഈ വലിയ സത്യം വളരെ വ്യക്തമായും വളരെ ക്ലിയറായി നിങ്ങളോട് വിശദീകരിച്ച് തരുവാൻ തക്കവണ്ണം ഞാൻ ആവശ്യത്തിന് സമയവും എന്റെ പ്രവർത്തനങ്ങളും ഇടയാക്കി. You cannot escape God's missionary obligation after listening to this message. ദൈവം നൽകിയിരിക്കുന്ന മഹാനിയോഗത്തിൽ നിന്നും മഹാദൗത്യത്തിൽ നിന്നും നിങ്ങൾക്ക് തെറ്റിയൊഴിയുവാൻ സാധ്യമല്ല. None of you who has listened to me tonight can escape from your missionary ഇന്ന് obligation. രാത്രികാലം എന്നെ ശ്രദ്ധിച്ചതായ ഒരു വ്യക്തിക്കും ഈ മഹാദൗത്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ സാധ്യമല്ല. I want to say yes to this missionary call. ഈ മിഷണറിയെ വിളിക്ക് വേണ്ടിയിട്ട് യെസ് ഉവ്വ് എന്ന് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. Pray more than ever for missionary work. ഈ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. To give more than ever for missionary work. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതിനേക്കാൾ അധികമായി മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. To be active in evangelism more than ever. സുവിശേഷീകരണത്തിൽ കൂടുതലായി പ്രയത്നം ചെയ്യുവാൻ, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതിനേക്കാൾ അധികമായി പ്രയത്നം ചെയ്യുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. If that is your desire, അതാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ, if that is your response to the message you listened to me tonight, ഇന്ന് രാത്രികാലം അതാണ് ഇന്ന് കേട്ട ദൂതിന് ഉത്തരമായി നിങ്ങൾ നൽകുന്നതെങ്കിൽ,
just to express your desire before this great suffering Savior. ഈ കഷ്ടമനുഭവിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ ഒരു സാക്ഷിയായി തീരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ just put up your hand where you are and put it down. നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിയതിനു ശേഷം താഴ്ത്തുക. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Gracious Heavenly Father, നല്ല ദൈവമേ, പരിശുദ്ധ പിതാവേ, we thank you for the death of your dear Son. നിന്റെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി മരിപ്പാൻ ഏൽപ്പിച്ചതിനായി നിന്നെ സ്തുതിക്കുന്നു. For all the sufferings that he underwent for my and our salvation. ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച സകല കഷ്ടങ്ങൾക്കും എന്റെ രക്ഷയ്ക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. He had not died, there is no remission for our sins. അവൻ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പാപക്ഷമ ലഭിക്കില്ലായിരുന്നു. While we were yet sinners, Christ died for us. ഞാൻ പാപിയായിരിക്കുമ്പോൾ തന്നെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. What a love. എന്തൊരു സ്നേഹം. Thank you for bringing us to the meditation of Calvary in the light of missionary evangelism tonight. കാൽവറിയെ കുറിച്ച് ധ്യാനിപ്പാൻ, സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ അതിനെ ധ്യാനിപ്പാൻ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. Thank you for those hands which went up to say they commit to the sevenfold call. ഇന്ന് രാത്രി കാലം കരങ്ങളെ ഉയർത്തിയ നിന്റെ നമുക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. Help them to put their desire into action. അവരുടെ ആഗ്രഹം പ്രവർത്തന പാതയിലാക്കി തീർക്കുവാൻ തക്കണം. ദൈവമേ, നീ അവരെ സഹായിക്കണം. Thank you for the Oasis ministries led by Brother Dr. Johnson along with several leaders. ഡോക്ടർ ജോൺസൺ നയിക്കുന്ന ഈ ഒയാസിസ് മിനിസ്ട്രീസിന് വേണ്ടി കർത്താവേ ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. Reach West Bengal. വെസ്റ്റ് ബംഗാളിനെ കർത്താവേ നീ സന്ദർശിക്കണമേ. We give you all glory and honor. സകല മഹത്വവും മാനവും നിനക്ക് തരുന്നു കർത്താവേ. In Jesus' name we pray. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കർത്താവേ.